നമസ്തേ. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക, കുടിശ്ശിക തീർക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ കുറേ നാളുകളായി സമരമുഖത്താണ്. ആരോഗ്യമന്ത്രിയുമായി നേതാക്കൾ ചർച്ച നടത്തിയെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് സർക്കാർ തയ്യാറായിരുന്നില്ല. മാത്രമല്ല, സമരത്തെ അധിക്ഷേപിക്കുന്ന സമീപനമായിരുന്നു CITU ഉൾപ്പെടെ സ്വീകരിച്ചത്. സുരേഷ് ഗോപി പ്രശ്നത്തിൽ നേരിട്ട് ഇടപെട്ടതോടെയാണ് വിഷയം കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് എത്തുന്നത്. NHM ഗ്രാൻറ്റുകൾ കേരളത്തിന് കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. അതേസമയം കേന്ദ്രം പണം തരുന്നില്ലെന്ന നിലപാടായിരുന്നു തുടർന്നും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഇതോടെ ₹1 പോലും കേരളത്തിന് കുടിശ്ശിക വരുത്തിയിട്ടില്ലെന്നും കേരളം കൃത്യമായ രേഖകൾ, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നില്ലെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ തന്നെ രാജ്യസഭയിൽ വ്യക്തമാക്കി. എന്നാൽ കേന്ദ്ര സർക്കാർ 2023-24 സാമ്പത്തിക വർഷം പണം നൽകിയിട്ടില്ലെന്നായിരുന്നു ഇതിന് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ നിയമസഭയിലെ മറുപടി. വീണ ജോർജിൻ്റെ വാദങ്ങൾ കള്ളമാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഞങ്ങൾ ഇന്ന് പുറത്തുവിട്ടത്. ഈ പശ്ചാത്തലത്തിൽ ജനഡിബേറ്റ് പരിശോധിക്കുന്നു. ആശയിൽ കള്ളം പറയുന്നതാര്? സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്, BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇടതുമുന്നണി പ്രതിനിധിയും NCP നേതാവുമായ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ MK ഹരിദാസ് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, 2/24 സർക്കാർ തന്നെ പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം 371 കോടി 20 ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാർ NHM ഫണ്ടിലേക്ക് നൽകിയത്. ഇതിൽ സംസ്ഥാന വിഹിതം അനുവദിക്കണമെന്ന് NHM സ്റ്റേറ്റ് ഡയറക്ടർ ആവശ്യപ്പെട്ടപ്പോൾ ആശാ വർക്കർമാർക്ക് നൽകിയ ഓണറേറിയമായ 50 കോടി സംസ്ഥാന സർക്കാർ കുറവ് വരുത്തുകയും ചെയ്തു. തുടർന്നും ദേശീയ ആരോഗ്യ മിഷൻ ഗ്രാൻഡായി കേരളത്തിന് 31 കോടി അതേ സാമ്പത്തിക വർഷത്തിൽ നൽകിയിട്ടുണ്ട്. അതായത് ₹1 പോലും കിട്ടിയിട്ടില്ല എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞ അതേ സാമ്പത്തിക വർഷം തന്നെ ഏകദേശം 400 കോടിക്ക് മുകളിൽ കേന്ദ്രം തുക കൈമാറിയെന്ന് നമ്മുടെ കൈവശമുള്ള രേഖകൾ തെളിയിക്കുന്നു. ഈ തുക ലഭിച്ചതിന് ശേഷമാണ് ആശാ വർക്കർമാർക്ക് സംസ്ഥാനം പണം നൽകിയത്. വസ്തുത ഇതായിരിക്കെ നിയമസഭയെ ആരോഗ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു എന്നല്ലേ ഇതിലൂടെ വ്യക്തമാകുന്നത്? എന്താണ് താങ്കളുടെ നിരീക്ഷണം, അഡ്വക്കേറ്റ് സുരേഷ് ബാബു? ഈ തുക നൽകിയോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ എൻ്റെ മനസ്സിലില്ല, എൻ്റെ മുമ്പിലില്ല. പക്ഷേ NHM ഫണ്ട് എന്ന് പറയുന്നത് ആശാ വർക്കർമാർക്ക് മാത്രമുള്ള ഫണ്ടല്ല, ആശാ ജീവനക്കാർക്ക് കൊടുക്കാൻ മാത്രമായിട്ടുള്ളതല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. പല വകതിരിവുകൾ അതിനകത്ത് ഉണ്ട്. അതുകൊണ്ട് ഈ ആശയ്ക്കുള്ള വകയായിട്ട് കാര്യമായി കിട്ടേണ്ടുന്ന ₹1 കിട്ടിയിട്ടില്ല എന്ന് വീണ ജോർജ്, കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി, പറഞ്ഞിട്ടുണ്ട്. അവ അടിസ്ഥാനപരമായി ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കമ്പോണൻറ്റിൻ്റെ വകയായി ആശാ വർക്കർമാർക്ക് കൊടുക്കേണ്ടുന്ന കമ്പോണൻ്റ് വകയായി ഈ പറഞ്ഞ ഒരു തുകയിൽ ഒരു പൈസ പോലും വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് ആശാ വർക്കേഴ്സിൻ്റെ ഓണറേറിയത്തിനും അവരുടെ വേതനത്തിനുമായി മാറ്റിവെക്കാൻ ഉള്ള പൈസയായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ലെന്ന് കേരള നിയമസഭയ്ക്കകത്ത് പറയേണ്ടി വന്നിട്ടുള്ളത്. ആ പറഞ്ഞിട്ടുള്ള വസ്തുത തെറ്റാണെങ്കിൽ ഒരു പ്രിവിലേജ് മോഷൻ വെക്കാം, മന്ത്രിയെ ഇംപീച്ച്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം, എല്ലാ കാര്യങ്ങൾക്കും. കാരണം നിയമസഭയ്ക്കകത്തും പാർലമെൻറ്റിനകത്തും ഒന്നും കള്ളം പറയാൻ പറ്റില്ല, അത് സത്യങ്ങൾ മാത്രമേ പറയാൻ പറ്റൂ. വസ്തുതാവിരുദ്ധമായി വല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ആ പറയുന്ന ആളുകൾക്കും അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾക്കും എതിരെ നടപടി ഉണ്ടാകും എന്നൊരു വസ്തുത നമുക്കെല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമാണ്. ആ വസ്തുത വെച്ചുകൊണ്ട് ആശാ വർക്കർ കോമ്പോണൻ്റായിട്ട് ഈ പറയുന്ന തുകയിൽ കാര്യമായ
ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന വസ്തുതയാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രി പാർലമെന്റിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അല്ല, കേന്ദ്രവിഹിതം അസംബ്ലിക്കകത്ത് പറഞ്ഞിട്ടുള്ളത്. കേന്ദ്രവിഹിതം 0 എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ സാധാരണക്കാർ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്? അഡ്വക്കേറ്റ് സുരേഷ് ബാബു, കേന്ദ്രവിഹിതം 0. ഇന്ന് CPM-ന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ തലക്കെട്ട് ഇന്നലെ കേന്ദ്രവിഹിതം 0. ഇത് എങ്ങനെയാണ് ഇത് ഉൾക്കൊള്ളേണ്ടത്? സാധാരണക്കാർ എന്താ മനസ്സിലാക്കേണ്ടത്? അല്ല, ഞാൻ വർത്തമാന പത്രത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടില്ല, നമുക്കത് ചർച്ച ചെയ്യാം. പക്ഷേ കേരള നിയമസഭയ്ക്കകത്ത് മേശപ്പുറത്ത് വെച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ആശാ വർക്കർക്ക് കൊടുക്കേണ്ടുന്ന ഓണറേറിയത്തിൻ്റെ കമ്പോണൻറ്റിൻ്റെ വകയായി ഒരു പൈസയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യമാണ് സഭയ്ക്കകത്ത് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അല്ല, ഞാൻ ഒറ്റ കാര്യം കൂടെ താങ്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കേന്ദ്രം തരാനുള്ള 826.02 കോടിയിൽ ദേശാഭിമാനി പത്രത്തിൽ വന്നതാണ് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ്, അത് മന്ത്രി പറഞ്ഞ അതേപടി അവർ കൊടുക്കുമല്ലോ. അടിസ്ഥാന വികസനത്തിനും കൈൻ ഗ്രാൻറ്റിനും വേണ്ടിയുള്ള 189.15 കോടി മാത്രമാണ് അനുവദിച്ചത് എന്ന് പറയുന്നു. ആശമാരുടെ ഇൻസെൻറ്റീവ് 100 കോടിയോളം രൂപയടക്കം 636.88 കോടി കുടിശ്ശികയാണ്. ഇപ്പോൾ താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞു, ഈ ദേശീയ ആരോഗ്യ മിഷൻ ഫണ്ടിൽ ആശമാർക്ക് എത്ര എന്ന് കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും ഒരു അലക്വേഷൻ എന്തായാലും ഈ ആശമാരുടെ ഇൻസെൻറ്റീവിലൊക്കെ ഉണ്ടാവുമല്ലോ. അത് കൃത്യമായിട്ട് ദേശീയ ആരോഗ്യ മിഷൻ, സംസ്ഥാന ആരോഗ്യ മിഷന് അതിനുള്ള ഡയറക്ഷനൊക്കെ കൊടുക്കുമല്ലോ. സ്വാഭാവികമായിട്ട് അതാണല്ലോ. അപ്പോൾ ഞാനിപ്പോഴും അത്ഭുതപ്പെടുന്നത്, അങ്ങനെ ആശമാരെ പൂർണ്ണമായും ആശമാരുടെ ഇൻസെൻറ്റീവിൽ ഒരു പൈസ പോലും വകവരുത്തിയിട്ടില്ല എന്ന് പറയുന്നത് അത്ഭുതത്തോടെ മാത്രമല്ലേ നോക്കിക്കാണാനാവൂ. അപ്പോൾ ആരാ കള്ളം പറയുന്നത്? അല്ല, അതിനകത്ത് ആരെങ്കിലും കള്ളം പറയുന്നു എന്നൊന്നും ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ചർച്ചയിൽ, കാരണം രണ്ട് തലത്തിൽപ്പെട്ട നമ്മൾ ബഹുമാനിക്കുന്ന വ്യക്തികളാണ് അപ്പുറത്ത് രാജ്യസഭയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളതും ഈ കേരള നിയമസഭയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളതും. അവരൊരു കള്ളന്മാരെന്നോ കള്ളം പറയുന്നവരെന്നോ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നവരെന്നോ എന്നുമുള്ള ഒരു ദുർവ്യാഖ്യാനം രണ്ട് ഭാഗത്തെ മന്ത്രിമാരെക്കുറിച്ചും പറയാൻ ഞാനങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ 836 കോടി ഉറുപ്പിക കിട്ടേണ്ടടുത്ത് 100 കോടി ഉറുപ്പിക തരികയും അത് ഇന്ന കമ്പോണൻറ്റിന് വേണ്ടിയാണെന്ന് സ്പെസിഫിക്കായി പറയുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ ആശാ വർക്കർ കോമ്പോണൻ്റായിട്ടുള്ള പണം കിട്ടിയിട്ടില്ല എന്നുള്ളത് പറഞ്ഞത് ഒരു അടിസ്ഥാനപരമായ ഒരു ശരിയായൊരു പ്രസ്താവനയാണ് എന്ന് തന്നെയാണ് എൻ്റെ വിവക്ഷ. യെസ്, മേരി ടീച്ചർ എന്തായാലും ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രേഖകളൊക്കെ വളരെ സസൂക്ഷ്മം പരിശോധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടീച്ചറുടെ ഒബ്സർവേഷൻ എന്താണ് ഈ വിഷയത്തിൽ? അതായത് അസംബ്ലിയിൽ പറയുന്നത് വസ്തുനിഷ്ഠമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. രാജ്യസഭയിൽ പറയുന്നതും അതുപോലെ തന്നെ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ 836 കോടിയിൽ പെട്ടതാണെങ്കിലും അതല്ലെങ്കിൽ പോകട്ടെ, അതായത് ഇന്നലെ കേന്ദ്രം നമുക്ക് തരുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ആദ്യത്തെ ഗഡുവായിട്ട് 371 കോടി രൂപ 20 ലക്ഷം 371 കോടി 20 ലക്ഷം രൂപ ആദ്യ ഗഡുവായിട്ട് നൽകുന്നു. അങ്ങനെ അത് തന്ന സമയത്ത് തന്നെ അതിനു മുൻപേ ആശാ വർക്കർമാരുടെ ഓണറേറിയം കൊടുക്കാൻ വേണ്ടി 50 കോടി സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ചിരുന്നു. അപ്പൊ ആ 371.20 കോടി കിട്ടിയതോടെ അതിൽ നിന്ന് 50 കോടി തട്ടിക്കിഴിച്ച് ബാക്കിയാണ് ആശാ വർക്കർമാരുടെ ഓണറേറിയം കൊടുക്കാൻ ഉപയോഗിച്ചത് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ഈ 836 എന്നുള്ളത് കൂടുതൽ അതായത് എന്താ പറയുക, കൂടുതൽ ക്ലിഷ്ടമാണ്. അതായത് നമുക്ക് അതിന്റെ അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞതില് ഒരു പക്ഷേ ഈ 371.20 കോടി രൂപ കേന്ദ്രം അനുവദിച്ചപ്പോൾ അത് എല്ലാത്തരം കേന്ദ്ര സംസ്ഥാന ഷെയറിംഗ് പ്രോഗ്രാംസിന് വേണ്ടിയാണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ തന്നെയും
അത് ഏതൊക്കെ, അത് കൃത്യമായിട്ടും ഇതും ഒരു വളരെ പ്രധാനപ്പെട്ട ആശാവർക്കർമാരുടെ പേയ്മെന്റ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര സംസ്ഥാന ഷെയറിംഗ് സ്കീം തന്നെ. അപ്പൊ അതിന് എത്ര കോടി ഉണ്ട് എന്ന രേഖയും അതിനകത്ത് കാണണമല്ലോ. അതുമല്ലെങ്കിൽ അപ്പൊ ആ കാര്യം എന്തുകൊണ്ട് മന്ത്രി വീണ ജോർജ് പറയുന്നില്ല? ഒരു പൈസ പോലും കേന്ദ്രം തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ 371.20 ഒരു പൈസയും തന്നിട്ടില്ലെങ്കിൽ അത്രയും കിട്ടിയപ്പോഴേക്ക് ഈ ആദ്യം കൊടുത്ത 50 കോടി അതിൽ നിന്നെതിരാ തട്ടിക്കിഴിച്ചത്? ആശാമാർക്ക് കൊടുക്കാൻ ഉപയോഗിച്ച 50 കോടി തട്ടിക്കിഴിച്ചത് എന്തിന്റെ പേരിലാണ്? അപ്പോ എന്ന് വച്ചാൽ നമ്മൾ ഊഹിക്കേണ്ടത് ഈ 371.20 കോടിയില് ഈ ആശാമാരുടെ കാര്യം ഉണ്ട്, ആശാമാർക്ക് കൊടുക്കേണ്ട ഓണറേറിയം ഉണ്ട്. അതുകൊണ്ടല്ലേ സംസ്ഥാനം ധനപ്രതിസന്ധിയിലായിരിക്കുന്ന സ്ഥിതിയിൽ സംസ്ഥാനം ആദ്യമായി ചെലവഴിച്ച 50 കോടി തിരിച്ചെടുക്കുന്നു. അത് മറ്റേതെങ്കിലും വകുപ്പിന് വേണ്ടി ചെലവഴിക്കുന്നു. ഈ വകമാറ്റി ചെലവഴിക്കലാണ് നമുക്ക് 2020 കഴിഞ്ഞ മാർച്ചില് CAG പുറത്തുവിട്ട അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഒട്ടുമിക്ക വകുപ്പുകളിൽ നിന്ന് വകമാറ്റി ചെലവഴിക്കുന്നു, അത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ശീലമായി മാറിയിരിക്കുന്നു എന്നാണ്. ആ ശീലത്തിന്റെ മൂല കാരണം നാം കണ്ടെത്തുന്നത് അത്ര രൂക്ഷമായ ധനപ്രതിസന്ധി സംസ്ഥാനം അനുഭവിക്കുന്നു എന്നുള്ളതിലാണ്. അപ്പൊ ഈ ധനപ്രതിസന്ധി ഉണ്ട്, ശരിയാണ്, വകമാറ്റുന്നു, അത് ശരിയാണ്. അത് രണ്ടും അംഗീകരിച്ചാൽ തന്നെ ഈ മന്ത്രിക്ക്, ഈ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് സമ്മതിക്കാമല്ലോ. ഈ 371 കോടി പല കാര്യങ്ങൾക്ക് വേണ്ടി തന്നതാണ് കേന്ദ്രം. അതിൽ നിന്ന് ഞങ്ങള് ആശാ വർക്കർമാർക്കുള്ള ഓണറേറിയം കൂടി കണ്ടെത്തേണ്ടതായിരുന്നു. അത് കണ്ടെത്തിയില്ല. കണ്ടെത്താത്തത് ആരുടെ കുറ്റമാണ്? അതായത് കാഴ്ചപ്പാടിന്റെ കുറ്റമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ? ഈ വകുപ്പുകളിൽ ഇരുന്ന ഈ കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടുകയും കാര്യമൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ കുറ്റമാണോ? രണ്ടായാലും അവിടെ വലിയ ഒരു പിഴവ് പറ്റിയിട്ടുണ്ട്. സംസ്ഥാനം എപ്പോഴും കേന്ദ്രത്തെ പഴി പറയുന്നു. കേന്ദ്രമാണെങ്കിലോ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് തരാത്തത് കൊണ്ടാണ് ഫണ്ട് അതിന് നമുക്കറിയാം, നെല്ലിന് സംഭരണ വില കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കർഷകർ കരയുന്നു. സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തെ പഴിക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണല്ലോ ബഹുമാനപ്പെട്ട ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ 800 കോടിക്ക് മുകളിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് 2018 മുതലുള്ള ഈ 2023 വരെയുള്ള യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് സംസ്ഥാനം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് പണം വഹിക്കുന്നത് എന്ന് പറഞ്ഞ് ആ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും പണം സംസ്ഥാനത്തിന് നൽകുകയും ചെയ്തു, അത് ഇമ്മീഡിയറ്റ്ലി. അപ്പൊ അങ്ങനെ ഒരു എമർജൻസിയോട് കൂടി എന്തുകൊണ്ടാണ് ഇതിനൊക്കെ നമുക്ക് വകുപ്പുകളിൽ ആവശ്യത്തിലധികം ജീവനക്കാരുമുണ്ട്. ഈ ജീവനക്കാർ എന്തുകൊണ്ടാണ് ഏതിന് വന്ന ഫണ്ട്, എന്തുമാത്രം ഫണ്ട് എങ്ങോട്ട് പോയി, ഇത്തരം കാര്യങ്ങളെ പറ്റി കൃത്യമായ കണക്കുകൾ മന്ത്രിയെ ബോധ്യപ്പെടുത്താത്തത്? ഒരുപക്ഷെ മന്ത്രിക്ക് അങ്ങനെ കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ. അതായത് ഈ എന്നെ പോലെയുള്ള വായനക്കാര് 3 പത്രം വായിക്കുന്നുണ്ട്, പക്ഷെ 3 പത്രത്തിൽ വരുന്ന വിവരങ്ങളും നമ്മളെ വലിയ തോതില് കൺഫ്യൂസ് ചെയ്യിക്കുന്ന വിവരങ്ങളാണ് വരുന്നത്. കാരണം മന്ത്രി ഒന്ന് പറയുന്നു, പത്രങ്ങൾ വേറൊന്ന് പറയുന്നു, കേന്ദ്ര ഗവൺമെന്റ് വേറൊന്ന് പറയുന്നു. അപ്പൊ നമുക്ക് എന്താണ് എന്താണ് വിശ്വാസമാണ്, ആരുടെ ഭാഗമാണ് നാം ന്യായീകരിക്കേണ്ടത്? അപ്പൊ പൊതുവെ ഈ ഏതാനും വർഷങ്ങളിലെ അനുഭവം വെച്ച് സംസ്ഥാന ഗവൺമെന്റിനെ പറ്റി CAG പറയുന്നു, സംസ്ഥാന ഗവൺമെന്റിന്റെ തന്നെ ഓഡിറ്റേഴ്സ് വിഭാഗം പറയുന്നു. അവരൊക്കെ കൃത്യമായിട്ട് ആ ഓഡിറ്റേഴ്സ് തന്നെ, ഞാൻ നേരിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് അവരോട്, എന്തുകൊണ്ടാണ് CAG ഇങ്ങനെ ഇന്റേണൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല എന്ന് പറയുന്നത്? അപ്പൊ അവര് ഈ ഓഡിറ്റേഴ്സിലെ ഉദ്യോഗസ്ഥർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഞങ്ങള് ഓഡിറ്റിങ്ങിന് വേണ്ടി ചെല്ലുമ്പോൾ അതത് വകുപ്പുകൾ സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ടാണ് വകുപ്പുകൾ സമ്മതിക്കാത്തത്? അത് വകമാറ്റി ചെലവഴിച്ചു. അപ്പൊ പിന്നെ എന്ത് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ആർക്ക് കൊടുക്കാൻ പറ്റും? അതുകൊണ്ടാണ് അത് സമ്മതിക്കാത്തത്. അത് ആർക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. ഇത് തന്നെ CAGയും പറയുന്നു. എന്നിട്ട് CAG ഓഡിറ്റിങ്ങിന് ചെല്ലുമ്പോഴാണ് എന്തെങ്കിലും ഒന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഓഡിറ്റിംഗ് ഇന്റേണൽ നടത്തുന്നത്. പക്ഷെ CAG കണ്ടുപിടിക്കും, കൃത്യതയോടെ CAG അത് റിപ്പോർട്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥ സംസ്ഥാന ഗവൺമെന്റിൽ ഉണ്ടാകുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യക്ഷമതയെയാണോ കാണിക്കുന്നത്, കാര്യക്ഷമത ഇല്ലായ്മയാണോ കാണിക്കുക? ഇനി ആരോഗ്യ വകുപ്പിന്റെ കാര്യം എടുക്കാം. എനിക്ക് തോന്നുന്നു 1956 കേരളത്തിലെ ഒരു ആരോഗ്യ വിഭാഗം ഫോം ചെയ്യപ്പെട്ടതിന് ശേഷം ഇതുവരെ ഇത്ര മോശമായ രീതിയിൽ ആരോഗ്യ വകുപ്പ് പ്രവർത്തിച്ചിട്ടില്ല.
എന്താണ് കാരണം? ഇതാ ഇപ്പൊ 1120 കോടി രൂപയോ മറ്റാണ് സ്വകാര്യ ആശുപത്രികൾക്ക് കാരുണ്യ ബെനവളൻ സ്കീമിന്റെ വകയായിട്ട് കൊടുക്കാനുള്ളത്. അപ്പൊ ഓർക്കണം, 12,866 കോടിയോ മറ്റോ ആണ് ലോട്ടറി വിറ്റ്. അതായത് ലോട്ടറി, കാരുണ്യ ലോട്ടറി വിറ്റാണല്ലോ. കാരുണ്യ ലോട്ടറി മാത്രമല്ല, ആകെ ലോട്ടറി വിറ്റ് കേരളത്തില് 2024-25 കിട്ടിയ പണമാണ് ഞാൻ പറഞ്ഞത്. 13,000 കോടിക്ക് അടുത്ത് രൂപ കിട്ടി. അത്രയും രൂപ കിട്ടിയിട്ടും ഈ 1120 കോടി സ്വകാര്യ ആശുപത്രികൾക്ക് കൊടുത്തിട്ടില്ല. അവര് കാരുണ്യ ബെനവളൻ സ്കീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരാണ്. അപ്പൊ അവരെല്ലാം പിന്മാറുകയാണ്. അങ്ങനെ പിന്മാറുമ്പോ ആരാണ് അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടത്? ഇവിടുത്തെ പാവപ്പെട്ട രോഗികളാണ്, അതല്ലാതെ ധനികരല്ല. അവർക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ പോകാം. അപ്പൊ പാവങ്ങളെ ചേർത്ത് പിടിക്കേണ്ട ഒരു ഗവൺമെന്റ് ഈ പാവങ്ങൾക്ക് കിട്ടേണ്ട, അതുപോലെ കാത്ത് ലാഭം അടഞ്ഞു കിടക്കുന്ന കാര്യം നമുക്കൊക്കെ അറിയാം. അതായത് ആശുപത്രികളിൽ പോയി, അതായത് താലൂക്ക് ആശുപത്രികളിലോ അതുപോലെ മെഡിക്കൽ കോളേജിലോ എവിടെ പോയാലും ചികിത്സയ്ക്ക് വേണ്ട അത്യാവശ്യ ഉപകരണങ്ങളും മറ്റും ആ രോഗി തന്നെ വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ. മെഡിക്കൽ കോർപ്പറേഷന് മരുന്ന് സപ്ലൈ ചെയ്യാൻ കമ്പനികൾ മടിക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയെ പറ്റി കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ ആരോഗ്യരംഗം കൂപ്പുകുത്തി എന്ന് പറയുമ്പോൾ വലിയ സങ്കടം തോന്നുകയാണ്. എന്നിട്ടും കേരളം മനുഷ്യ വികസന സൂചികയിൽ 1-ാം സ്ഥാനത്താണ്. അതിന് കാരണം എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് ആരോഗ്യരംഗത്ത്. അത് മൂടി വെക്കാൻ വേണ്ടി. പക്ഷെ ആശാ വർക്കർമാരുടെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഒരു വനിത എന്ന രീതിയിൽ എനിക്കറിയാം, ഇന്നിപ്പോ പാർലമെന്ററി സമിതിയുടെ പിന്നെ അഭിപ്രായം വന്നിരിക്കുന്നു. അവർക്ക് ഇപ്പൊ കിട്ടുന്ന 232 രൂപ എന്ന് പറയുന്നത് 2 നേരം ഭക്ഷണം കഴിക്കാനേ തികയുമെന്ന്. അതുപോലെ കേരളത്തിലാണെങ്കിൽ 2 നേരം അല്ല, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനേ തികയുമെന്ന് വേണം എനിക്കത് പറയാനായിട്ട്. അതാണ് അവസ്ഥ. അതുപോലെ തന്നെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് അധ്യക്ഷ അഭിപ്രായം വന്നിരിക്കുന്നു. രാം ഗോപാൽ യാദവിന്റെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റിയുടെ അഭിപ്രായം. അവരുടെ ഓണറേറിയം തീർച്ചയായിട്ടും വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്നാണ് ആ സമിതിയും കണ്ടെത്തിയിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ചു, 232 രൂപ ഓണറേറിയം എന്ന് പറയുമ്പോ ആകെപ്പാടെ 21,000 രൂപ ഓണറേറിയമായിട്ട് വർദ്ധിപ്പിച്ചു കൊടുത്താൽ പോലും 700 രൂപയെ ഓണറേറിയമാകുന്നുള്ളൂ ഒരു ദിവസം. അപ്പൊ ഓർമ്മിക്കുക, കേരളം മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല. കേരളത്തില് 60 കഴിഞ്ഞ 17-18% പോപ്പുലേഷന്റെ. ഓൾ ഇന്ത്യ തലത്തിൽ 60 കഴിഞ്ഞ 7% ഉള്ളൂ. അപ്പോഴാണ് കേരളത്തിൽ 17 മുതൽ 18% വരെ ഉള്ളത്. അപ്പൊ ഈ 60 കഴിഞ്ഞവരെ ഒട്ടുമിക്ക വീടുകളും അടച്ചിട്ടിരിക്കുന്ന ഈ പ്രായമായ അച്ഛനോ അമ്മയോ മാത്രമുള്ള, അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടി മാത്രമുള്ള വീടുകളാണെന്ന് ഓർക്കണം. ആ വീടുകളിലെ അതുപോലെ മറ്റ് തരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ച വീടുകളിലൊക്കെ ഈ ആശാ വർക്കർമാരാണ് പോയി വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്. അവർക്ക് ഇപ്പൊ ഈ 21,000 രൂപ എന്ന് പറഞ്ഞാൽ തന്നെ 700 രൂപയെ വരുന്നുള്ളൂ ഒരു ദിവസം. 700 രൂപ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അവർ അർഹിക്കുന്നതിനേക്കാൾ വളരെ താഴ്ന്ന ഓണറേറിയമാണ്. കാരണം നമുക്കറിയാം, കേരളത്തിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. കേരളത്തിൽ 1,250 രൂപയാണ് മിനിമം ഒരാൾക്ക് കൂലിക്ക് പണിയാൻ വന്നാൽ കൊടുക്കേണ്ടത്. അത് ബംഗാളിൽ നിന്ന് വരുന്ന തൊഴിലാളിയാകാം, ബീഹാറിൽ നിന്ന് വരുന്ന തൊഴിൽ. 1,250 കുറഞ്ഞ ആരും മേടിക്കില്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് എനിക്ക് നല്ല അനുഭവമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലും കൂടി ഞങ്ങൾ ജോലിക്ക് ആളെ നിർത്തിയതാണ്. അപ്പൊ 1,250 രൂപ വെച്ച് 30 ദിവസം കണക്ക് കൂട്ടിയാൽ 37,500 രൂപയാണ് അങ്ങനെ ഒരു കൂലിക്കാരന് കൊടുക്കുന്ന കൂലി. അപ്പോഴാണ് 21,000 രൂപയുടെ കാര്യം പറഞ്ഞ് ഇവരെ ഇട്ട് എന്തൊക്കെയാ പറയുന്നത്. കാരണം സ്ത്രീകൾ ആണോ, അവരോട് എന്തുമാകാം എന്ന ഒരു രീതിയാണ് ഗവൺമെന്റിന്. കാരണം ഈ നിയമങ്ങൾ നടപ്പാക്കുന്ന സമിതികളിലൊക്കെ സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്. അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ തന്നെ വളരെ വിരളമാണ്. അവരുടെ ബുദ്ധിമുട്ടുകൾ, അതായത് ഈ സ്ത്രീകൾ, ഈ ആശാ വർക്കർമാർ സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് ചെയ്ത് വെളുപ്പാങ്കാലത്ത് ഇറങ്ങി വീണ്ടും രാത്രി 8-9 മണിക്കൊക്കെ ആയിരിക്കും പലരും വീട്ടിൽ തിരിച്ചെത്തേണ്ടി വരിക. കാരണം അവർക്ക് ചെയ്യേണ്ട ജോലികൾ അത്തരമാണ്. രാത്രിയിൽ ഒരു രോഗിക്ക് മരുന്ന് കൊടുത്ത് അതിന് മറ്റേ ആവശ്യങ്ങളുണ്ടോ നോക്കി ഉറക്കിയിട്ട് വേണമായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാൻ കിടത്തിയിട്ട് വേണമായിരിക്കും അവർക്ക് അവരുടെ ജോലി തീർന്ന് പോകാൻ. ഒന്നല്ല, ഒരുപാട് പേര്.
ഒരു ആശാ വർക്കർ തന്നെ 10,000-2,000 പേരുടെ കാര്യം നോക്കേണ്ട മേഖലകൾ വരെയുണ്ട് കേരളത്തിൽ. ഈ കുന്നും മലയും ഒക്കെ ചാടിക്കടന്ന്, പുഴയും എല്ലാം ചാടിക്കടന്ന് ഈ പാവപ്പെട്ട സ്ത്രീകള് അവരോട് കരുണ കാണിക്കാത്തത് എന്തുകൊണ്ട്? ആർക്കാണ് അവരോട് ഇത്ര വിരോധം? ആർക്കും അവരുടെ അവസ്ഥ കണ്ടാൽ കരഞ്ഞു പോകും സാധാരണ രീതിയിൽ. എന്നിട്ട് പെരുമഴ പെയ്ത രാത്രിയിൽ അവരോട് കാണിച്ച ക്രൂരത നാം ഓർമ്മിക്കുന്നുണ്ട്. അതുപോലെ വെയിലത്തും മഴയത്തും ഒക്കെ കിടന്ന് അവരെന്തിനാ കഷ്ടപ്പെടുന്നത്? സാധാരണ രീതിയിൽ പേരിന് വേണ്ടി ഒരു സമരം നടത്തിയിട്ട് വീട്ടിൽ കയറി പോകും, വലിയ പ്രശ്നമൊന്നുമില്ല. ഇതങ്ങനെയല്ല. അവര് അതായത് പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണ് അവർക്ക് രണ്ടറ്റം മുട്ടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവർ ഇത്രയും ദീർഘമായിട്ടും ഈ സമരവുമായി മുൻപോട്ട് പോകുന്നത്. അപ്പൊ അവരുടെ കൂടെ സമൂഹം നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? സാധാരണ ആര് സമരത്തിനിറങ്ങിയാലും സമൂഹം ആ സമരക്കാരോട് എതിര് പ്രഖ്യാപിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സമൂഹം ഒറ്റക്കെട്ടായി അവരുടെ കൂടെ നിൽക്കുകയാണ്. അങ്ങനെ കൂടെ നിൽക്കുന്നതിന്റെ കാരണം തന്നെ അവരർഹിക്കുന്നു. ഈ സമൂഹത്തെ സംരക്ഷിക്കുന്ന അവർ, പ്രായമുള്ള 60 കഴിഞ്ഞ ജനങ്ങളെ ഒരുപാട് പേരെ സംരക്ഷിച്ച് നിർത്തുന്ന അവർ തീർച്ചയായിട്ടും കരുണ അർഹിക്കുന്നു, ഉയർന്ന വേതനം അർഹിക്കുന്നു എന്ന് ഈ ജനം തിരിച്ചറിയുന്നു, കേരളീയർ. അതുകൊണ്ടാണ് അവരെല്ലാം കൂടെ നിൽക്കുന്നത്. യെസ്, അതുകൊണ്ടാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ടാണ് അനുഭാവപൂർവ്വം അവരുടെ പ്രശ്നത്തിൽ ഇടപെടുന്നത്. ശരിയാണ്, ടീച്ചർ പറഞ്ഞത് 100% ശരിയാണ്. ശ്രീ ഹരിദാസ്, ഞാൻ അഡ്വക്കേറ്റ് സുരേഷ് ബാബുവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. കാരണം അദ്ദേഹം ഒരു 10-15 മിനിറ്റ് കൂടിയേ ഉള്ളൂ നമ്മുടെ ഈ ഫ്ലോറിൽ. അദ്ദേഹത്തിന് പോവേണ്ടതാണ് തിരിച്ച് കോഴിക്കോടേക്ക്. അപ്പോൾ താങ്കളുടെ അനുമതിയോടുകൂടി ഞാൻ അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, സംതിങ് ഈസ് റോട്ടൺ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. ടീച്ചർ അത് പറഞ്ഞു, എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു. നമുക്കറിയാം CAG-യുടെ റിപ്പോർട്ട്, അത് നമ്മളെല്ലാം വായിച്ചതാണ്. എല്ലാ റിപ്പോർട്ടുകളും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ വകമാറ്റി ചെലവഴിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്. മാത്രമല്ല ഈ ധൂർത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മുന്നിലാണല്ലോ. ഇപ്പോൾ നോക്കൂ, ഈ ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ വെയിൽ കൊണ്ടും മഴ കൊണ്ടും ഈ രാപ്പകൽ സമരം നടത്തുന്ന സമയത്താണ് PSC ചെയർമാൻ്റെയും അംഗങ്ങളുടെയും വേതനം എത്ര ലക്ഷമാണ് കൂട്ടിക്കൊടുത്തിരിക്കുന്നത് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. എന്തെങ്കിലുമൊക്കെ കരുണ കാണിക്കണ്ടേ? അപ്പോൾ എപ്പോഴും കേന്ദ്രത്തെ പഴി പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ? ഇപ്പോൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ 331 കോടി രൂപ കിട്ടി. അതിൽ നേരത്തെ ആശമാർക്ക് കൊടുത്ത ഓണറേറിയം അത് 50 കോടി രൂപ. അത് കിഴിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത്. മന്ത്രി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കിട്ടിയില്ല, ഒരു പൈസ പോലും കിട്ടില്ല എന്ന് പറയുമ്പോൾ അത് സ്വന്തം വീഴ്ച മറച്ചു വെക്കുകയല്ലേ? CAG തന്നെ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്നുള്ളത്. കണക്ക് എങ്ങനെയൊക്കെ പണം എങ്ങനെയൊക്കെ ചെലവഴിച്ചു എന്നതിൻ്റെ കണക്ക് കൃത്യമായിട്ട് അത് ദേശീയ ആരോഗ്യ മിഷനെ അറിയിക്കേണ്ടതല്ലേ? മാത്രമല്ല ഉത്തരവാദപ്പെട്ട കേന്ദ്ര സർക്കാരിനെ കൃത്യമായിട്ട് അറിയിക്കേണ്ടതല്ലേ? കേന്ദ്രം ഒരു വിഹിതം കൊടുക്കുന്ന സമയത്ത് അത് ആരുടെയൊക്കെ കൈകളിലേക്ക് പോയി, ഉദ്ദേശകരങ്ങളിലാണോ എത്തിയത് എന്നൊക്കെ പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനില്ലേ? അതിനവരെ പഴി പറഞ്ഞിട്ട് തടി തപ്പാൻ പറ്റുമോ? എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റുമോ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു? അല്ല, കേന്ദ്ര സർക്കാരിനെ പഴി പറയുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ മീമാംസകനെ സംബന്ധിച്ചിടത്തോളം ശരിയായൊരു നടപടിയാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ അടുത്ത ദിവസം നമ്മുടെ ഡൽഹിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേന്ദ്രത്തിലെ ധനമന്ത്രിയും ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. ഒരു കേരളത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ആ പ്രശ്നത്തിനെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചത് വളരെ ശുഭകരമായ ഒരു ചർച്ചയാണെന്നാണ്. അങ്ങനെ ഒരു ചർച്ച അല്ല എന്ന് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ സ്ട്രക്ചറലായിട്ടുള്ള ഒരു നയവ്യത്യാസം കേരളത്തിൻ്റെ ഗവൺമെൻറ്റും യൂണിയൻ ഗവൺമെൻറ്റും തമ്മിൽ വരാനിരിക്കുന്നു എന്ന ഒരു പശ്ചാത്തല മനോഭാവം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി ഈ ആശാ വർക്കർമാർ അതൊരു യൂണിയൻ സ്പോൺസേഡ് സ്കീമാണ്.
അതൊരു സംസ്ഥാന സർക്കാരിൻ്റെ സ്കീമല്ല. യൂണിയൻ സ്പോൺസേഡ് സ്കീമിനകത്ത് ചില യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളും നിബന്ധനകളും അതുപോലെ തന്നെ ചില സൂചകങ്ങളും ഉണ്ടാകും. അത് വെച്ചാണ് അതിന് പ്രവർത്തിക്കുന്നത്. ഇവിടെ എന്താണ് സ്ഥിതി? ഞാനിപ്പോൾ കേരള ഗവൺമെൻറ്റുമായി ഇന്ന് വൈകുന്നേരം ബന്ധപ്പെട്ടു. ഒരാൾക്ക് പോലും ശമ്പളം കൊടുക്കാത്ത ഈ ഓണറേറിയം കിട്ടാത്ത ആരുകളില്ല. കേരളത്തിലെ ആശാ വർക്കർമാർ എന്ന് പറയുന്നത് എൻ്റെ ധാരണ ശരിയാണെങ്കിൽ 27,000-ത്തിലധികം പേരാണ് ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കണക്ക് തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. അവർക്ക് 10,000-ത്തിൻ്റെയും 13,000-ത്തിൻ്റെയും ഇടയിൽ എല്ലാവർക്കും ഇപ്പോഴും ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സമരം നടത്തുന്നത് അവർ ജോലി ചെയ്ത കാലത്തെ 10,000 മുതൽ 13,000 വരെയുള്ള ഇടവേളയിലുള്ളത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ സമരം ചെയ്യുന്നത് ജോലി ചെയ്ത കാലത്തെ വേതനം കിട്ടാത്തതിൻ്റെ പേരിലല്ല, യൂണിയൻ വേതനം വർദ്ധിപ്പിക്കണം എന്നതിനാണ്, വർദ്ധിച്ച വേതനം കിട്ടണം എന്നതിനാലാണ്. അത് ആ വാദഗതി ന്യായമാണ്. ആ വാദഗതിയോട് യോജിക്കുന്ന ഒരാളാണ് ഞാൻ. അവർക്ക് വേതനം വർദ്ധിച്ച് കിട്ടണം. ടീച്ചർ ഇവിടെ പറഞ്ഞതുപോലെ 700, 1250 തുടങ്ങിയ സ്റ്റാറ്റിസ്റ്റിക്സുകളൊക്കെ ഉണ്ട്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കിയാൽ 700 എന്ന് പറയുന്ന ഒരു കണക്ക് വെക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഫൈനാൻഷ്യൽ ഇൻഡെക്സും വെച്ചുകൊണ്ട് നാം കണക്ക് കൂട്ടിയെടുത്തിട്ടുള്ള മിനിമം വേതനത്തിൻ്റെ, ചുരുങ്ങിയ വേതനത്തിൻ്റെ ഒരു അളവുകോലാണ്. അത് വെച്ച് 21,000 രൂപയെങ്കിലും കിട്ടണം എന്നുള്ളത് ഈ കേരളത്തിലെ ഇന്നത്തെ ഭരണകക്ഷിയിൽപ്പെട്ട രാഷ്ട്രീയ നേതൃത്വവും അവരുടെ തൊഴിലാളി നേതൃത്വവും ഒരുപോലെ ആവശ്യപ്പെടുന്നതാണ്. അതിനെന്ത് വേണം? അതിന് ഇവർ ഈ പറയുന്ന ആശാ വർക്കർമാർ തൊഴിലാളി എന്ന നിർവചനത്തിലേക്ക് അവർ മാറ്റപ്പെടണം. അങ്ങനെ മാറ്റപ്പെടണമെങ്കിൽ അത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള ഉത്തരവാദിത്വവും കൂടിയാണ്. അതുകൊണ്ട് യൂണിയൻ ഗവൺമെൻറ്റിനോട് ആ കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തുവാൻ കേരളത്തിലെ സർക്കാരുണ്ട്. കേരളത്തിലെ സർക്കാർ അതിനോട് യോജിച്ചു നിൽക്കുന്ന ആളാണ്. ഇവർക്ക് 700 രൂപ വെച്ച് കിട്ടണം, അല്ലെങ്കിൽ 21,000 രൂപ വെച്ച് കിട്ടണം എന്ന കാര്യത്തിലൊന്നും ഒരാൾക്കും ഒരു തർക്കവുമില്ല. അത് നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുകയും അതിനുവേണ്ടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സമരം നടത്തുന്ന ആളുകളെ വിളിച്ചു വരുത്തുകയും അവരോട് സംസാരിക്കുകയും ആ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴും കിട്ടിയേ ഞങ്ങൾ മടങ്ങൂ എന്ന നിലയ്ക്ക് ഇവർ സമരത്തിന് നിൽക്കുന്നത് കൊണ്ടാണ് ആ കിട്ടുന്നതിനാവശ്യമായ നടപടികളിലേക്ക് നീങ്ങുന്നത് വരെ സമരം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ശരിയല്ല എന്ന് അവരോട് പറയാൻ പോകുന്നത്. രാഷ്ട്രീയമായി സതീശനും നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇതേപോലെ നിരവധി സമരങ്ങൾ നടത്തിയല്ലേ ഈ നിലയിലെത്തിയതല്ലേ? ഇപ്പം നിങ്ങൾക്ക് ഇതിനോടൊക്കെ പുച്ഛായിരിക്കും. ആശമാരുടെ സമരത്തെ അവഹേളിക്കുന്നു, ആ സ്ത്രീകളെ അവഹേളിക്കില്ല. ഒരിക്കലുമില്ല. ഒരു സമരത്തെയും പുച്ഛമായി കാണുന്ന വ്യക്തിയായി എന്നെ നിങ്ങൾ പരിഗണിക്കില്ല. ഇല്ല, ഞാൻ ഓരോ വ്യക്തികളുടെയും അവകാശബോധത്തെ വളരെ കൂടുതൽ ബോധത്തെ ഉൾക്കൊള്ളുന്നൊരു മനുഷ്യനാണ്, ഉൾക്കൊള്ളുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ പുച്ഛത്തോടു കൂടിയൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ കിട്ടിയേ തീരൂ എന്ന ഒരു സമീപനം വെച്ചുകൊണ്ട് സമരം ചെയ്യുമ്പോൾ ആ സമരത്തിനോട് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും കൂടെ പ്രതികരണങ്ങൾ ഉണ്ടായാലേ, അല്ലെങ്കിൽ സഹാനുഭൂതി ഉണ്ടായാലേ, അല്ലെങ്കിൽ സാമ്പത്തിക സഹായമുണ്ടായാലേ അതിനകത്തൊരു അന്തിമമായ ഒരു തീരുമാനത്തിലെത്താൻ കഴിയൂ. ഇപ്പോൾ കിട്ടുന്ന കാര്യത്തിൽ ഈ ഗവൺമെൻറ് ഒരിക്കലും സംതൃപ്തമല്ല. 13,000-ൻ്റെ അടുത്തെത്തുന്ന സംഖ്യക്ക് കൊടുക്കുന്നത് കൊണ്ട് മതി, നിങ്ങൾക്ക് ഇത്രയേ വേണ്ടൂ, നിങ്ങൾ ഈ ചെയ്യുന്ന പണിക്ക് ഇത്രയും വേണ്ട എന്ന സമീപനം ഈ കേരളത്തിലെ ഗവൺമെൻറ്റിനില്ല. ആ ഗവൺമെന്റ് ഒരിക്കലും ഇല്ല. അവർക്ക് കൂടുതൽ നേരിട്ട് കാണാത്ത എന്തുകൊണ്ടാ? ഇപ്പൊ നോക്കൂ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അതേ 3-4 തവണ ആ സമരപ്പന്തലിലെത്തി. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു സമരപ്പന്തലിലെത്തി. ഈ മഴ പെയ്യുന്ന സമയത്ത് ആ ഷെഡ് പൊളിച്ച് കൊണ്ടുപോയി അല്ലേ? സ്ത്രീകളോടാണ് അത് ചെയ്തത് കേട്ടോ. നിങ്ങൾ ഒരു ഭാഗത്ത് പറയുന്നത് എന്താ,
ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ്. സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഇടയിലുണ്ട്. ആ ഷെഡ് പൊളിച്ച് മാറ്റിയപ്പോൾ അദ്ദേഹം കുട കൊടുത്തു. കുട കൊടുത്തപ്പോൾ CIT നേതാവ് എന്താ പറഞ്ഞത്, കുട മാത്രമല്ല ഉമ്മ കൂടി കൊടുക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പരാമർശം ഉണ്ടായതല്ലേ. കേന്ദ്ര മന്ത്രിസഭയിലെ ഒരംഗം കൃത്യമായി അവിടെ പോയി അവരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ ഇപ്പോൾ സംസ്ഥാനത്തിനെതിരെ യാതൊരു ബാധ്യതയുമില്ല, ഇതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾ ആരെങ്കിലും എന്തുകൊണ്ട് ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ സമരപ്പന്തലിൽ എന്തുകൊണ്ട് പോകുന്നില്ല? ഈ ആരോഗ്യമന്ത്രി ഒരു വനിതയല്ലേ, അവിടെ വനിത അങ്ങോട്ട് പോയി ചെന്നാൽ ഈ ആശമാർ അവരെ ആക്രമിക്കും എന്ന് പേടിച്ചാണോ അങ്ങോട്ട് പോവാത്തത്? അവിടെ പോയി ഒന്ന് സംസാരിക്കട്ടെ. താങ്കൾ പറയുന്നു സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നങ്ങൾ പറയുന്നു. അല്ല, ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. എന്തുകൊണ്ട് ഒരു അഷ്വറൻസ്, എന്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയും നാളുകളായി രാപ്പകൽ സമരം ചെയ്യുന്ന ആശമാർക്ക് കൊടുക്കുന്നില്ല? അതല്ലേ ഒരു മാന്യത, മര്യാദ എന്നൊക്കെ പറയുന്നതല്ലേ? അല്ലേ, പ്രത്യേകിച്ച് നിങ്ങൾ ഈ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ എന്ന് കൊട്ടിഘോഷിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അനിൽ നമ്പ്യാരെ, ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾക്ക് ഇതിനകത്ത് ഈ പറഞ്ഞ ഏതോ ഒരു പരാമർശത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ഉമ്മ കൂടി കൊടുക്കട്ടെ എന്നൊക്കെ. അത്തരം പരാമർശങ്ങളെയൊന്നും അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ അതൊക്കെ ശരിയാണ് എന്ന് പറയുന്നവരുടെ പട്ടികയിൽ നിങ്ങൾ എന്നെ പെടുത്തല്ല. അങ്ങനെയൊന്നും ഒരു 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 ശൂന്യത മനസ്സിലില്ല. അതേപോലെ തന്നെ അല്ല, ടീച്ചർക്കും എന്നെ അറിയേണ്ടതാണ്. ടീച്ചർക്കും എന്നെ അറിയേണ്ടതാണ്. ഞങ്ങൾ ഒരുമിച്ച് കുറേ കാലം ഈ കേരളത്തിൻ്റെ ധനകാര്യ കമ്മീഷൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ടീച്ചർ എന്നെ മറന്നുപോയോന്ന് എനിക്കറിയില്ല. KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ BA പ്രകാശും ടീച്ചറും ഒക്കെ ഉള്ള എന്നെ അറിയാവുന്നതാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ അവസാനിപ്പിക്കുകയാണ്, എനിക്ക് പോകാൻ സമയമായി. പിന്നെ ഇതിൽ ഒരിക്കലും അതേപോലെ തന്നെയാണ് ഈ ഭരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ കേന്ദ്രത്തിൻ്റെയോ മന്ത്രിമാർ സമരപ്പന്തലിൽ പോയി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അത് പോകാൻ പറ്റുന്ന ധാരാളം ആളുകളുണ്ടല്ലോ. BJPയുടെ നേതാക്കന്മാരുണ്ട്. സുരേഷ് ഗോപി എന്ന് പറയുന്ന മന്ത്രി ഞങ്ങളെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് കൊട തരാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതാണ് ഒരു മാന്യത. അല്ല, സുരേഷ് ഗോപി മന്ത്രിയായി കഴിഞ്ഞാൽ അത് മലയാളികളുടെ മന്ത്രിയാണ് കേട്ടോ, അല്ലാതെ BJPക്കാരുടെ മാത്രം മന്ത്രിയല്ല. പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞത് ഉമ്മ കൊടുക്കട്ടെ എന്ന് പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല, അത് മര്യാദഘട്ട ഭാഗ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ചും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്. അതിനോട് അനിൽ നമ്പ്യാർക്ക് വിയോജിക്കാം, എനിക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, ഞങ്ങൾക്ക് വിയോജിക്കാം. അവിടെ മന്ത്രിമാർ പാർട്ടിക്കാരെ പറഞ്ഞയച്ചു വിടണം, പാർട്ടിക്കാരെ വിട്ടിട്ടൊക്കെ ചെയ്യിക്കണം. മന്ത്രിമാർ പോയി സമരം ചെയ്യുന്നത് അവർ തീരുമാനമെടുക്കേണ്ടവരല്ലേ. അവർ ഈ തീരുമാനമെടുക്കേണ്ടുന്ന ആളുകൾ പോയിട്ട് സമരപ്പന്തലിൽ സിന്ദാബാദ് വിളിച്ചു കൊടുക്കേണ്ട ഒരു പരിപാടി പറ്റുണ്ടോ? അത് പാടില്ല. ഈ കാര്യത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കാം. പ്രേക്ഷകരുടെ അവസ്ഥ കേന്ദ്രത്തെ ധരിപ്പിച്ച അദ്ദേഹമാണ്. അദ്ദേഹം സമരപ്പന്തലിൽ പോയി ഇവരുമായി കണ്ട് സംസാരിച്ച ശേഷമാണ് കാര്യങ്ങൾ അതിലെനിക്ക് അദ്ദേഹത്തിനോട്, കേന്ദ്രത്തിലെ മന്ത്രിയോട്, ശ്രീ സുരേഷ് ഗോപിയോട് വ്യക്തിപരമായി വളരെ കടപ്പാടും ബഹുമാനവുമുണ്ട്. ഇവരുടെ ദയനീയ അവസ്ഥ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരോടും മന്ത്രിമാരോടും അതിന് ചുമതല വഹിക്കുന്ന മന്ത്രിമാരെയും ബോധ്യപ്പെടുത്താൻ അദ്ദേഹം പരിശ്രമിച്ചതിനൊക്കെ എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്, കടപ്പാടുമുണ്ട്. ഞാനത് മറച്ചു വെക്കുന്നില്ല. ഞാൻ ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ, ഈ കാര്യത്തിലൊക്കെ നമുക്ക് എടുക്കാനുള്ള സമീപനം, കേരളത്തിലെ മന്ത്രി ഇവരുടെ നേതാക്കന്മാരെ വിളിച്ചു. ആ നേതാക്കന്മാരെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങൾ ആശാ വർക്കർമാരെ കേൾക്കണം എന്ന് പറഞ്ഞു. ആശാ വർക്കർമാരെയും കേട്ടു. അവരെ ചർച്ച ചെയ്യാതിരുന്നിട്ടില്ല, അവരോട് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ പറയുന്നത്
ഞങ്ങൾക്ക് ശമ്പളം കൂട്ടിത്തന്ന് മാത്രമേ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ അത് ഉടനെ തന്നെ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് കൂടുതൽ ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യത്തിലാണുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ചർച്ചയിൽ നിന്ന് നിങ്ങളോട് തൽക്കാലം വില ചോദിക്കുന്നു. എനിക്ക് ഈ പറഞ്ഞ താങ്കൾക്ക് അറിയാലോ എന്നുള്ളതുണ്ട്. ഇത്രയും സമയം താങ്കൾ ഇവിടെ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. ശ്രീ എം കെ ഹരിദാസ്, കണക്കിലെ കളികൾ കൊണ്ട് നട്ടം തിരിയുകയാണ്. കേരളം പറയുന്നു കേന്ദ്രമാണ് കള്ളങ്ങൾ പറയുന്നത്, കേന്ദ്രം പറയുന്നു കേരളമാണ് കള്ളങ്ങൾ പറയുന്നത് എന്നുള്ളത്. ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ ആശാ വർക്കർമാരുടെ അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ, അവരുടെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഹൂ ഈസ് റെസ്പോൺസിബിൾ? ആരാണ് ഇവരുടെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം? അത് സംസ്ഥാന സർക്കാരാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിലെ സംസ്ഥാനങ്ങളുടെ ചുമതല കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങി സംസ്ഥാനത്ത് ആരാണോ അതിന്റെ ഗുണഭോക്താക്കൾ അവർക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിനാണ്. ബാക്കിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിവെക്കുക. ഒരു ബ്രാൻഡിങ് പ്രശ്നത്തില് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലെ ആശാ വർക്കർമാർക്ക് നൽകേണ്ട ഓണററിക്കും അതുമാതിരി തന്നെ അവർക്കുള്ള മറ്റ് ഗ്രാന്റുകൾക്കുമുള്ള ഒരു ധനസഹായത്തിന് കേന്ദ്രത്തിന്റെ ഒരു ബ്രാൻഡിങ് വേണം, ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് കത്തെഴുതിയ ആളാണ് ഈ വീണ ജോർജ്. അപ്പൊ ഇവർക്ക് എത്രത്തോളം ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അതിന്റെ പേരിൽ തന്നെ വലിയൊരു തുക ഇപ്പൊ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, സംസ്ഥാന സർക്കാരിലേക്ക് ലഭിക്കേണ്ടത് ലാപ്സ് ആയി പോയിട്ടുള്ള ഒരു അവസ്ഥ നിലനിൽക്കെ ഈ നിലവിൽ ഈ പാവപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള വരുമാനത്തിൽ അങ്ങേയറ്റം താഴേക്കടയിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഈ ആശാ വർക്കർമാര്. ഈ കോവിഡ് കാലത്ത് ഈ മുഖ്യമന്ത്രിക്കും ഈ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർക്ക് കിട്ടിയ കയ്യടിയുടെ 70% ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഈ പാവങ്ങളാണ്. അവരുടെ കുടുംബത്തിലേക്ക് ഒരു കോവിഡ് രോഗിയുടെ വീട്ടിൽ പോയി അവരെ പരിചരിച്ച് അവർക്ക് മരുന്ന് കൊടുത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് കോവിഡ് വരുമോ എന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെ ആ കോവിഡ് കാലത്ത് ഏകദേശം 19-20 മാസം തങ്ങളുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വിഭാഗമാണ് ഈ ആശാ വർക്കർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്തരത്തിൽ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ശുഷ്കാന്തി കാണിക്കുന്നത്, ഞാൻ എടുത്തു പറയട്ടെ, നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനേക്കാൾ ഇന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല പരമായിട്ടുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്ന ഈ പാവങ്ങളുടെ ഈ സമരം 32 ദിവസം മുൻപോട്ട് കൊണ്ടുപോയിട്ടുള്ളതിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച അങ്ങേയറ്റം വലുതാണ്. ടീച്ചർ ഇവിടെ കുറച്ച് കണക്ക് പറഞ്ഞതിൽ ടീച്ചർ ഒരു കാര്യം മനസ്സിലാക്കുക. ടീച്ചറെ, എയ്ഡ്സ് ബാധിതർക്ക് 1000 രൂപ ധനസഹായം നൽകുന്നുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ. ഈ 1000 രൂപയിലെ 12.6 കോടി രൂപ കുടിശ്ശികയാണ്. അതായത് കഴിഞ്ഞ 18 മാസമായിട്ട് ഈ എയ്ഡ്സ് ബാധിതരായിട്ടുള്ളവർക്ക് ഈ പൈസ നമ്മുടെ സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഈ തൊഴിലില്ലായ്മ വേതനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നാണം കെട്ടൊരു സംഭവമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇവിടെ തൊഴിൽ കൂടിയിട്ട് തൊഴിൽ ചെയ്യാൻ ആളില്ലെന്ന് പറയുന്ന ഒരു സംസ്ഥാന സർക്കാരാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത്. ആ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ 33,688 പേര് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നുണ്ട്. അതിൽ തന്നെ 22,670 സ്ത്രീകളാണെന്നുള്ള കാര്യവും നിലനിൽക്കെ 120 രൂപ 1674 പേർക്ക് 120 രൂപ തൊഴിലില്ലായ്മ വേതനം നൽകുന്നുണ്ട്. എന്താണ് ഈ 33,600ഓളം പേരിൽ ഈ 1,670 പേരെ തെരഞ്ഞെടുത്തുകൊണ്ട് ഈ 120 രൂപ നൽകാനുള്ള മാനദണ്ഡം എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഇത്തരത്തിൽ വിവരാവകാശത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് പറഞ്ഞിട്ട് മടക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ല. എന്തോ ആവട്ടെ, 1,670 പേർക്ക് ഈ 120 രൂപ നൽകാൻ മാസം വേണ്ടത് 1,20,000 രൂപയാണ്. അത് കഴിഞ്ഞ 6 മാസമായിട്ട് അത് ഡ്യൂ ആണ് നമ്മുടെ കേരളത്തില്. എന്നാൽ നമ്മുടെ കേരളത്തിൽ ഡ്യൂ അല്ലാത്ത കുറെ കാര്യങ്ങൾ അറിയണം. KV തോമസിന് കിട്ടേണ്ടതായിട്ടുള്ള പൈസ കൃത്യമായ സമയത്ത് കൃത്യമായ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എത്തിക്കുന്ന കാര്യത്തിൽ വളരെയധികം ദത്തശ്രദ്ധരാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. അദ്ദേഹം അങ്ങേയറ്റം ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാരിന് അറിയാം. അദ്ദേഹത്തിന് പാവം ഒരു സംസ്ഥാന സർക്കാരിന് ഒരു കത്തയക്കണമെങ്കിൽ സ്റ്റാമ്പ് വാങ്ങാൻ പോലും പൈസ ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് KV തോമസിനെ സഹായിക്കുന്നു. PSC ചെയർമാൻ അങ്ങേയറ്റം കഷ്ടത്തിലാണ് അദ്ദേഹത്തിന്റെ കുടുംബം കഴിയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് യാതൊരു വിധ യുദ്ധം കൂടാതെ പൈസ വാരിക്കോരി കൊടുക്കും. പിണറായിയുടെ ആ മഹനീയമായ പ്രസംഗം അച്ചടിച്ച് പുറത്തിറക്കാൻ 4 കോടിയല്ലേ സാർ?
അതെ, 4.5 കോടി രൂപയാണ് അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പൈസക്ക് യാതൊരു കുറവുമില്ല. CAG റിപ്പോർട്ടിലെ 2023 പറഞ്ഞിട്ടുള്ളത് എന്താ, 26,686 കോടി രൂപയുടെ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടല്ല. അപ്പൊ നിരുത്തരവാദപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ട ഒരു സർക്കാരിനെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മുൻപോട്ട് പോകുന്ന സാഹചര്യത്തില് ഈ 32 ദിവസമായിട്ട് ഈ പാവപ്പെട്ടവരുടെ ഈ സമരം തീർത്തിട്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് കേട്ടിട്ട് നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഖജനാവിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടെങ്കിലും അവർ ചോദിക്കുന്ന ഡിമാൻഡുകൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഞാൻ പറയാം. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ചൂണ്ടിക്കാണിച്ചത് കണ്ടില്ലേ താങ്കൾ? അതായത് ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചേ ഇവർ പോകൂ എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതാണ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെ, പക്ഷെ ഞാൻ അതിന് പറയുന്നത് ശ്രീ അനിൽ നമ്പ്യാർ, ഇവിടെ സുരേഷ് ബാബു പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, താങ്കൾ പറഞ്ഞു, ഈ കേരളം ഇപ്പൊ ഈ 65 വയസ്സായ ഞാൻ പറയുകയാണ്, ഞാൻ ഒരുപാട് സമരങ്ങൾ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഹർത്താലുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ ആവശ്യമായിട്ടുള്ള സമരങ്ങൾ ഒരു 10% നടന്നിട്ടുള്ളതെങ്കിൽ ആ 10% ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ഈ ആശാ വർക്കർമാരുടെ സമരം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിജയം കാണാതെ അവര് പടിയിറങ്ങരുത്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഈ എളമരം കരീമിന്റെയും KM ഗോപിനാഥിന്റെയും വിചാരം എന്താ, ആ കൂടിയിരിക്കുന്നവർ മുഴുവൻ BJP-ക്കാരും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കാരുമാണെന്നൊരു ധാരണ അവർക്കുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റി. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർക്ക് 36,000 വോട്ടിന് ഈ നമ്മുടെ ചേലക്കരയിൽ ജയിച്ച രാധാകൃഷ്ണന്റെ സ്ഥലത്ത് കേവലം 12,000 വോട്ടായി മാറിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ മുൻപോട്ട് കൊണ്ടുപോകുന്നതാണ്. ധർമ്മടത്ത് വരെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മുഖ്യമന്ത്രിയുടെ അവിടെ തന്നെ വോട്ട് കുറയാനുണ്ടായ സാഹചര്യം ഇവർക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള വിവേകത്തിന്റെ കുറവ്, പ്രയോറിറ്റി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകക്കുറവ് ഇവർക്ക് ധാരാളം ഉണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. കാരണം ഇവർ ആർക്കാണ് ഇവർ കീഴടങ്ങാൻ പോകുന്നത്? താഴെത്തട്ടിൽ, കേരളത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ ഒരു വരുമാനക്കാരായ കുറച്ച് സ്ത്രീകളുടെ നവോത്ഥാനത്തിന് വേണ്ടിയിട്ടും സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും മതിൽ കെട്ടിയിട്ട് 50 കോടി കളഞ്ഞവർക്ക് ഈ പാവപ്പെട്ടവരെ വിളിച്ചിട്ട് ഒരു ചർച്ച നടത്താൻ നാളിതുവരെയ്ക്ക് തയ്യാറാകാത്തതിന്റെ എന്ത് മാനദണ്ഡമാണ് ഇവർക്ക് ഇതിന് പറയാനുള്ളത്? എം കെ ഹരിദാസ്, ഈ സമരത്തിന് പിന്നിൽ SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും അർബൻ നക്സലുകളൊക്കെ അല്ലേ? അപ്പൊ ഫണ്ട് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട് ആശാ വർക്കർമാർക്ക്. അവരാണല്ലോ ഇറക്കിയിരിക്കുന്നത് ഇവരെ. എന്തൊരു അപഹാസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രീ അനിൽ നമ്പ്യാർ ഈ പറയുന്നത്. ഇത്തരം ഒരു കാര്യത്തിലേക്ക് ഇത്തരത്തിലൊരു ഫണ്ട് വന്നിട്ടാണ് ഇവർ ഈ സമരം നടത്തുന്നത് എന്നുള്ള കാര്യമൊക്കെ വിളിച്ചു പറയാൻ ഇത്തരത്തിൽ അല്പന്മാർക്കല്ലാതെ സാമാന്യ ബുദ്ധിയുള്ള ആർക്കെങ്കിലും ആവുമോ? 1000 രൂപയുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സജി ചെറിയാൻ എന്ന മന്ത്രി പറയുന്നത് എന്താ, 233 രൂപയ്ക്ക് കേരളത്തിൽ ഭംഗിയായിട്ട് കഴിഞ്ഞുകൂടാൻ പറ്റുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഇവർ ഈ സമരം ചെയ്യുന്നത് എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ ഈ ഇവിടെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് വെച്ചിട്ട് ഇവർക്ക് ഈ ഭരണം മുൻപോട്ട് കൊണ്ടുപോകാൻ എന്ത് അർഹതയാണുള്ളത് എന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറയാൻ പോകുന്നത് ഒരു പക്ഷേ ശ്രീ അനിൽ നമ്പ്യാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. എങ്കിലും കേരളത്തിന് 2 കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ട് അതിൽ സുരേഷ് ഗോപി 4 or 5 പ്രാവശ്യം ഈ സമരപ്പന്തലിൽ വന്നിട്ട് ഈ സമരം തീർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ സമ്മതിക്കുന്നു. ടാർപാളിന് അഴിച്ചു പോയപ്പോൾ കൊട കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്ന് അദ്ദേഹം നമ്മുടെ പൊങ്കാല ചോറ് കൊണ്ടുകൊടുത്തു. അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള സൽപ്രവർത്തികളൊക്കെ അഭിനന്ദിക്കുമ്പോൾ തന്നെ പ്രോട്ടോകോൾ പ്രകാരം ഒരു കേന്ദ്രമന്ത്രിയുടെ താഴെയാണ് സംസ്ഥാനത്തെ മന്ത്രിമാരെന്നിരിക്കെ ഈ വീണ ജോർജുമായോ ഈ ബാലഗോപാലനുമായോ ഒരു ചർച്ചയ്ക്ക് ഇവരെ കൊണ്ട് എന്ന് എത്തിക്കത്തക്ക തോതിലൊരു നടപടിയെടുക്കാൻ സുരേഷ് ഗോപിക്കും ശ്രീ കുര്യനുമായിട്ടില്ല എന്നുള്ളത് എനിക്ക് അങ്ങേയറ്റം വേദന നൽകുന്നുണ്ട്. കാരണം ആരെങ്കിലും ഇടപെടാതെ ഈ സമരം തീർക്കാൻ നമ്മുടെ CPM എന്ന് പറയുന്ന പാർട്ടി തയ്യാറാവില്ല. കാരണം അവർ ഇതെന്തോ ഒരു പ്രസ്റ്റീജ് പ്രശ്നമാണ്. ഈ സമരം നയിക്കുന്ന സമരത്തിൽ പങ്കെടുക്കുന്നവരോട് ഒരു ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ തന്നെ കമ്മ്യൂണിസം എന്ന് പറയുന്ന പളുങ്കുപാത്രം താഴെ വീണ് ഒടയുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമായിട്ട് അവർ മാറിയ സാഹചര്യത്തില് ഇതിന് മുൻകൈയെടുക്കാൻ സാധാരണക്കാരായ ജനങ്ങൾക്ക് സാധിക്കില്ല. ഇവിടുത്തെ സാഹിത്യ നായകന്മാർക്ക് വിചാരിച്ചാൽ നടക്കില്ല. പക്ഷേ ശ്രീ സുരേഷ് ഗോപിയും കുര്യനും ഇതിനൊരു മുൻകൈ എടുത്തിരുന്നുവെങ്കിൽ ഇവരെ മുൻപിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചർച്ചയ്ക്ക് മുൻപിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടെങ്കിലും സാധിക്കുമായിരുന്നു. ഇന്നലെ ഡൽഹിയിൽ നടന്നത് എന്താണ്? ശ്രീ നിർമ്മല സീതാരാമൻ
ഈ മുഖ്യമന്ത്രി ഇരിക്കുന്ന കേരള ഹൗസിൽ വന്ന് അദ്ദേഹത്തിനെ കാണുന്നു. അവിടെ ആരാണുള്ളത്? ഗവർണർ അവിടെ ഉണ്ട്, ഈ 5 പൈസ പ്രതിഫലം പറ്റാത്ത KB തോമസ് അവിടെ ഉണ്ട്. ഈ വിഷയം ഒന്ന് സംസാരിച്ചിട്ട് അവരുടെ മുമ്പിലേക്ക്, ശ്രീ സീതാരാമന്റെ മുമ്പിലേക്ക്, നിർമ്മല സീതാരാമന്റെ മുൻപിലേക്ക് ഈ വിഷയം ഒന്ന് എത്തിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരഭിമാനം സമ്മതിച്ചില്ല. കേരളത്തിൽ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട്, കേന്ദ്രത്തിന്റെ ഇത്തരത്തിലുള്ള സഹായധനങ്ങൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്കത് ഒത്തുതീർപ്പാക്കാൻ സാധിക്കൂ എന്ന് ഇവർ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട എല്ലാവിധ ധനസഹായങ്ങളും കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് ഹാജരാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കൊണ്ട് എപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളത് എല്ലാം നുണയാണ് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇവരൊരു 6 മാസം മുമ്പ് വരെ പറഞ്ഞിരുന്നു 56,400 കോടി രൂപ ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട്. അത് കിട്ടാനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ട് ഇവർ സുപ്രീം കോടതിയിൽ കേസിന് പോയി. ശ്രീ അനിൽ നമ്പ്യാർക്ക് അറിയാം, 2,35,00,000 രൂപയാണ് ശ്രീ കപിൽ സിബാൽ എന്ന് പറയുന്ന വക്കീൽ അതിന് ഫീസായിട്ട് വാങ്ങിയത്. 2,35,00,000 രൂപ. ഇത് എന്താ ഇപ്പൊ കേസിന്റെ കാര്യം? എന്താണ് സുപ്രീം കോടതി ആ കേസ് കേട്ടിട്ട് പറഞ്ഞത്? ഇവർ മുൻപോട്ട് വെച്ചിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ യാതൊരുവിധ അർത്ഥവത്തായ ഒരു തെളിവും അങ്ങനെ 56,000 കോടി കിട്ടാനുണ്ടെന്നോ അല്ലെങ്കിൽ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം ഇടപെടുന്നുണ്ടോ എന്നുള്ള തെളിവുകളൊന്നും ഹാജരാക്കാൻ പറ്റാത്ത സാഹചര്യത്തില് ഒരു ചായ കുടിച്ചിട്ട് മുഖ്യമന്ത്രിയും കേന്ദ്രത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും കൂടി ഇന്ന് സംസാരിച്ചിട്ട് ഈ പ്രശ്നം തീർക്കൂ എന്ന് പറഞ്ഞിട്ട് അതിപ്പോ ചവിറ്റുകൊട്ടയിൽ കളഞ്ഞില്ലേ എന്താ പറയേണ്ടത് ആ ഹർജി. അപ്പൊ ഇത്തരത്തിൽ കേന്ദ്രത്തിനെതിരെ, കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനില്ലാത്ത പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ നുണ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടി ഈ പാവപ്പെട്ടവരോട് നെഞ്ചത്ത് കയറിക്കൊണ്ട് ഇങ്ങനത്തെ ഒരു 32 ദിവസ സമരം അവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള സാഹചര്യം ഇരിക്കുന്നത് സാക്ഷര കേരളം എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന നമുക്കൊക്കെ അപമാനമാണ്. നമ്മളൊക്കെ നാളെ 33-ാം ദിവസമാകുമ്പോൾ നമ്മൾ ഒന്നുകൂടി ചെറുതാവണം എന്നാണ് പറയുന്നത്. കാരണം ഇവരുടെ സമരം തീർക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാരണം ഇവർ സമൂഹത്തിന് വേണ്ടവരാണ്, നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടവരാണ്. ആ ബോധം ഭരിക്കുന്ന സർക്കാരിനില്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർക്ക് ഉണ്ടാവണം. നമ്മളും ചിന്തിക്കാൻ തുടങ്ങണം. ഈ സമരം തീർത്തിട്ട് ഈ പാവങ്ങൾക്ക് അവർക്ക് അർഹമായ വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മളും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ അനിൽ നമ്പി. യെസ് ടീച്ചറെ, ഇവിടെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുടെ പ്രശ്നമുണ്ട് അല്ലേ? കൃത്യമായിട്ട് നോക്കൂ, ഈ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നുണ്ട്, പക്ഷേ ലാപ്സായി പോകുന്നു. പദ്ധതികൾ കൊടുക്കുന്നില്ല, കൃത്യസമയത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഉയർന്നിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഇവർ ചെലവഴിച്ചത് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ കൃത്യസമയത്ത് കൊടുക്കുന്നില്ല അല്ലേ? ഇതെല്ലാം പരിശോധന വിധേയമാക്കേണ്ടതല്ലേ? ഇപ്പം നിരന്തരം ഇങ്ങനെ ഈ CAG-യുടെ പരാമർശങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. എവിടേക്കാണ് വീഴ്ചകൾ, ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നു, അങ്ങനെ എന്നിട്ടും ആ അനുഭവത്തിൽ നിന്നും പഠിക്കുന്നില്ല എന്ന് വെക്കുമ്പോൾ ഇവർക്ക് ഈ ഭരണപരിചയക്കുറവാണോ അജ്ഞതയാണോ എന്തായിരിക്കാം? അത് രണ്ടുമല്ല മിസ്റ്റർ അനിൽ നമ്പ്യാർ. അതായത് പരിചയക്കുറവുമല്ല, അതായത് ഭരണ മികവില്ലായ്മയുമല്ല. ഭരണ മികവില്ലായ്മ മറച്ച് അത് ഒരുപക്ഷെ ഉണ്ടായിരിക്കും. പക്ഷെ എങ്കിലും ഇതിനെ രണ്ടിനെയും മറച്ചു വെച്ചുകൊണ്ട് ഇവർക്ക് മറയ്ക്കാൻ വേറെ പലതുമുണ്ട്. അതായത് ഇവിടുത്തെ ഫിസ്ക്കൽ ക്രൈസിസ്, ധനപ്രതിസന്ധി അത്ര രൂക്ഷമാണ്. അപ്പൊ ഏത് ഫണ്ട് എവിടെ വന്നാലും ഇവർക്ക് താല്പര്യമുള്ള ചില മേഖലകൾ കാണും. ഇപ്പൊ ഉദാഹരണത്തിന് നേരത്തെ മിസ്റ്റർ ഹരിദാസ് പറഞ്ഞു, അതുപോലെ താങ്കൾ പറഞ്ഞു, എന്തൊക്കെ തരത്തിലാണ് PR വർക്കിന് വേണ്ടി എത്ര കോടിയാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. PR വർക്കിന് വേണ്ടി, അതായത് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് ഗവൺമെന്റിന് 3-ാം വട്ടം ഭരണത്തിൽ വരണം എന്നുള്ള മോഹം, ആ വ്യാമോഹം കൊണ്ട് നടത്തുന്ന PR വർക്കുകൾ, അതിനുവേണ്ടി കോടികൾ, ബഹുകോടികൾ ചെലവഴിക്കുന്നു. ആ ചെലവഴിക്കുന്ന കോടികളൊക്കെ അങ്ങനെ ഒരു വകുപ്പില്ലല്ലോ. ഈ PR വകുപ്പുണ്ട്, PR-ന് ഫണ്ടും ഉണ്ട്. പക്ഷെ അതുകൂടാതെ ഇവർ സൃഷ്ടിക്കുന്ന PR-കളെ, ആ PR-കൾക്ക് പ്രത്യേകമായിട്ട് വകയോ ഫണ്ടോ ഇല്ല. അപ്പൊ അതിനുവേണ്ടി മറ്റു വകുപ്പുകളിൽ നിന്ന് ഫണ്ട് കണ്ടെത്തുന്നു. അങ്ങനെയാണ് വകമാറ്റലിന്റെ ഒരു വലിയ പരിധി വരെ. അതുപോലെ ലോക കേരള സഭ ആർക്ക് എന്ത് പ്രയോജനം ചെയ്തു, ഇങ്ങനെ അതുപോലെ തന്നെ ഇവരുടെയൊക്കെ വിദേശ യാത്രകൾ. ഇപ്പൊ തന്നെ ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും തമ്മിൽ വർഷങ്ങളായി നടക്കുന്ന എന്താണ് വലിയ വാഗ്വാദമുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോ ഇതാ വിദേശത്തേക്ക് ഈ സംസ്ഥാന ഗവൺമെന്റിലെ പ്രധാനപ്പെട്ട കുറച്ച് പ്രതിനിധികളടക്കം പോയി യാക്കോബായ സഭയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി
ഒരു കാര്യത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, കാരണം ഞാനും ഒരു ക്രിസ്ത്യാനിയാണല്ലോ, അതുകൊണ്ട് ഞാനൊരു പക്ഷവും പിടിക്കുന്നില്ല. പക്ഷേ അത് എന്തിനു വേണ്ടിയാണ്? ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ എന്ത് ക്ഷേമത്തിന് വേണ്ടിയാണ് അങ്ങനെ ഫണ്ട് ചെലവഴിച്ച് ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് ഒരു സഭയെ സഹായിക്കുന്നതിന്റെ കാരണം എന്താണ്? അതുപോലെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സർക്കാർ ചെലവഴിക്കുന്ന വലിയ, ഇനി വളരെ കൃത്യമായ വേറൊരു എക്സാമ്പിൾ പറയാം. എന്താ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതമുണ്ട്, അതായത് ഗ്രാൻഡിൻ എയ്ഡ്. ആ ഗ്രാൻഡിന്റെ ആദ്യത്തെ ഗഡു. അപ്പൊ അങ്ങനെ ഈ PR വർക്കിന് വേണ്ടി ചെലവഴിക്കുന്ന ഫണ്ട് മുഴുവനും ദുർവിനിയോഗം ചെയ്യുകയാണ്. അത് ഏത് ഫണ്ടാണ് ദുർവിനിയോഗം ചെയ്യുന്നതെന്ന് കൂടി നമ്മൾ ഓർക്കണം. അതായത് ഈ ഖജനാവിലേക്ക് വരുന്ന ഫണ്ട് എന്ന് പറയാം, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഖജനാവാകട്ടെ സംസ്ഥാന ഗവൺമെന്റ് ഖജനാവാകട്ടെ, നികുതിയേതര വരുമാനങ്ങളിലൂടെ, അതായത് ജനങ്ങളിൽ നിന്ന്, ഈ രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഫണ്ടാണ് നമ്മുടെ ഖജനാവിൽ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഖജനാവാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ഖജനാവാണെങ്കിലും അവിടെ എത്തുന്നത്. അത് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ, പ്രിയപ്പെട്ട അനിൽ നമ്പ്യാർ, ഞാൻ ഊന്നി പറയുകയാണ്, കേന്ദ്ര ഗവൺമെന്റ് ബ്രാൻഡിങ് വേണമെന്ന് ആവശ്യപ്പെടുന്നത് തെറ്റ്. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് ഇതുപോലെ PR വർക്കും ബ്രാൻഡിങ്ങും നടത്തുന്നതും തെറ്റ്. കാരണം എന്താണ്, ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? ആരോഗ്യം, അതായത് പല പേരുകൾ മാറ്റിയാണ് സംസ്ഥാന ഗവൺമെന്റ് പോലും ഫണ്ട് ചെലവഴിക്കുന്നത്. അത് LDFന്റെ കുത്തകയായിട്ടുള്ള ചെലവഴിക്കലാണ്, LDFന്റെ ചേർത്ത് പിടിക്കലാണ് എന്ന് അങ്ങനെ ഒരു സംസ്ഥാന ഗവൺമെന്റും ഒരു കേന്ദ്ര ഗവൺമെന്റും ചെയ്യാൻ പാടില്ല. കാരണം ജനങ്ങളുടെ പണം എടുത്താണ് ഈ രണ്ടു കൂട്ടരും കളിക്കുന്നത്. അപ്പൊ ജനങ്ങളുടെ പണമെടുത്ത് ജനക്ഷേമത്തിന് വേണ്ടി ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ബ്രാൻഡിങ് വേണമെന്ന് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ സെൽഫി പോയിന്റുകൾ ഉണ്ടാക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഒക്കെ അങ്ങേയറ്റം തെറ്റാണ്. അതിനുവേണ്ടി വിനിയോഗിക്കുന്ന പണവും ദുർവ്യയം ചെയ്യുന്നു എന്ന് തന്നെ നമ്മൾ കണക്കിലെടുക്കേണ്ടത്. ടീച്ചർ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കൃത്യമായി പരിശോധിച്ച് റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ടല്ലോ. ആ റിപ്പോർട്ടുകൾ നിയമസഭയുടെ മേശപ്പുറത്തും വയ്ക്കുന്നുണ്ട്. ഫർദർ എന്ത് ആക്ഷനാണ് എടുക്കുന്നത്? ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല ഈ CAGയുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ വകമാറ്റി ചെലവഴിച്ചതിന്, അല്ലെങ്കിൽ കൃത്യമായിട്ട് കണക്കുകൾ അവതരിപ്പിക്കാത്തതിന് ഏതെങ്കിലും ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തായിട്ട് ഞാൻ ഇന്നേ വരെ എവിടെയും കേട്ടിട്ടില്ല. അപ്പോൾ ഇതൊരു ചടങ്ങ് മാത്രമാണോ? CAG അന്വേഷിക്കുക, റിപ്പോർട്ട് കൊടുക്കുക, അത് മേശപ്പുറത്ത് വയ്ക്കുക, അതിനുശേഷം അത് പരിപൂർണമായിട്ട് അങ്ങ് വിസ്മരിക്കുക, അതിൽ എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ? അത് സമയാസമയം നടപടി എടുക്കുന്നില്ല. അതായത് ഒന്നാമത് നമ്മൾ ജനങ്ങളും മനസ്സിലാക്കണം, CAG എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. കേന്ദ്രത്തെയും അത് എന്താണ് വിമർശിക്കും, സംസ്ഥാനത്തെയും വിമർശിക്കും. വെറുതെ വിമർശിക്കുകയല്ല, കണക്കുകളുടെ പേരില്, ഓഡിറ്റിങ്ങിന്റെ പേരില്, ഓഡിറ്റിങ്ങിൽ തെറ്റ് കണ്ടുപിടിച്ചാലാണ് സംസ്ഥാനത്തെയും കേന്ദ്രത്തെയും CAG വിമർശിക്കുന്നത്. അങ്ങനെ വിമർശിക്കുമ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എനിക്കറിയാം, മുൻ ധനമന്ത്രി അടക്കമുള്ളവര് അത് CAG പറയുന്ന, അത് ഓർമ്മിക്കണം, കിഫ്ബി ആക്ട് കൊണ്ടുവന്നപ്പോ 2009 കൊണ്ടുവന്ന ആക്ടാണ്. അത് 2016 LDF വീണ്ടും ഭരണത്തിൽ വന്നപ്പോ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു. അതില് എന്തിനായിരുന്നു കിഫ്ബിയുടെ ആക്ടിൽ അമെന്റ്മെന്റ് കൊണ്ടുവന്ന്? കിഫ്ബി ആക്ട് സമഗ്രമായി ഓഡിറ്റിങ്ങിന് വിട്ടുകൊടുത്താല് CAG ഈ ഫണ്ടിലെ വകമാറ്റലും മറ്റെല്ലാ കൊള്ളരുതായ്മകളും കണ്ടെത്തി അത് കേന്ദ്രത്തിന് റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അതിന്റെ ഇൻട്രൊഡക്ടറി പാർട്ട് മാത്രം, അതായത് ഫണ്ട് വരുന്നത് അങ്ങനെ ചില കാര്യങ്ങൾ മാത്രം ഓഡിറ്റ് ചെയ്യുക, ബാക്കി ഈ ഫണ്ടിന്റെ വിനിയോഗ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശത്തിൽ നിന്ന് CAGയെ മാറ്റി നിർത്തുക. ആ തരത്തിലാണ് അസംബ്ലിയിൽ അന്ന് ഇത് കൊണ്ടുവന്ന് അമെന്റ്മെന്റ് നടത്തി കിഫ്ബി നടപ്പിലാക്കിയത്. എന്നിട്ട് നമുക്കറിയാം, കിഫ്ബി വഴി നമ്മൾ അവസാനം വലിയ തോതിൽ കടമെടുത്ത് കടക്കണിയിലേക്ക് പോകുന്നു, നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് താഴുന്നു എന്നൊക്കെയുള്ള അവസ്ഥ വന്നപ്പോഴാണ് ശരിക്കും കുന്തമുനയുമായിട്ട് നിർമ്മല സീതാരാമൻ വരുന്നത്. അതിനു മുൻപ് തന്നെ CAG പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരുന്നു, ഇത് അപകടമാണ്, ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന പേരില് ഇങ്ങനെ കടമെടുക്കും. അപ്പൊ അതൊക്കെ നമുക്ക് നമ്മുടെ മുൻപിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ശരിക്കും CAG ചൂണ്ടിക്കാണിക്കുന്നതൊക്കെ വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ്. അത് ഇവിടുത്തെ ജനങ്ങളും
ഈ ഗവൺമെന്റ് മനസ്സിലാക്കണം. അപ്പൊ ജനങ്ങൾക്ക് അറിയില്ലെങ്കിൽ അവരുടെ കണ്ണിൽ പൊടിയിടാൻ എളുപ്പമാണ് എന്ന തന്ത്രം ഉപയോഗിച്ചാണ് ഗവൺമെന്റ് ഈ CAGയുടെ റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ അതിനെ ഇങ്ങനെ നിരാകരിച്ചുകൊണ്ട് ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ CAG എന്താണ് പറയുക ഏകപക്ഷീയമായിട്ട് നടത്തുന്ന നിഗമനങ്ങളാണ് എന്ന് പറയുന്നത്. പക്ഷേ മിസ്റ്റർ അനിൽ നമ്പ്യാർ, അവിടുത്തെ ഇന്റേണൽ ഓഡിറ്റേഴ്സ്, ഗവൺമെന്റിലുള്ള ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ 1-2 പേരെ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചു നോക്കൂ. അവർക്ക് ചിലപ്പോൾ പരിമിതികൾ കാണും വസ്തുതകൾ കൃത്യമായിട്ട് വിളിച്ചു പറയാൻ. പക്ഷേ അവര് സത്യസന്ധമായിട്ട് പൊതുജനത്തിന്റെ മുൻപിൽ ഇത്തരം കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അറിയാം വക മാറ്റുന്നത് ശരി, അവിടെ വക മാറ്റുന്നുണ്ട് വലിയ തോതിൽ എന്ന്. പക്ഷേ ആരാണ്, വകുപ്പുകളാണോ വക മാറ്റുന്നത്? തീർച്ചയായിട്ടുമല്ല. അനിൽ നമ്പ്യാറിന് ഒരു കാര്യം അറിയാവോ? അതായത് പിന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ എന്നൊരു കമ്മീഷനെ ഈ കഴിഞ്ഞ വർഷം സംസ്ഥാന ഗവൺമെന്റ് വച്ചിരുന്നു. ആ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറഞ്ഞത് ധനവകുപ്പിൽ നിന്ന് ഒരുപാട് അധികാരങ്ങൾ, ധനവിനിയോഗത്തെ പറ്റിയുള്ള അധികാരങ്ങൾ എടുത്തു മാറ്റണം. അതത് വകുപ്പുകളുടെ ധനവിനിയോഗത്തിനുള്ള അധികാരങ്ങൾ അതത് വകുപ്പുകൾക്ക് കൊടുക്കണം. അപ്പൊ ഒരു റൂൾ 10 ഉണ്ട്. എന്താണ് ഈ ഗവൺമെന്റിന്റെ ഫിനാൻസിങ് ധനവകുപ്പും അല്ലെങ്കിൽ ധന മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട റൂൾ 10 ഉണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിശ്ചിതമായ പരിശോധനയ്ക്ക് എന്താണ് വിധേയമാക്കപ്പെടുന്ന റൂൾ 10 ആണ്. റൂൾ 10 കേന്ദ്ര മന്ത്രിസഭയിലും സംസ്ഥാന മന്ത്രിസഭകളിലും ഒക്കെ പാലിക്കപ്പെടേണ്ടതാണ്. അതെന്താണ്? അതായത് ധനമന്ത്രിയുടെ അഭിപ്രായം പിന്നെ എന്താ പറയുക സമ്മതം കൂടാതെ ഒരു വകുപ്പിനും ഒരു കാര്യത്തിനും ഫണ്ട് ചെലവഴിച്ചുകൂടെ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റൂൾ 10 അങ്ങനെ ഒരു ഇതുള്ളത്? കാരണം ധനവകുപ്പ് എല്ലാ കാര്യങ്ങളെ പറ്റിയും യഥാർത്ഥ ധനസ്ഥിതിയെ പറ്റിയും അതിന്റെ വിനിയോഗത്തെ പറ്റിയും ഒക്കെ കൃത്യമായി പഠിക്കുകയും കണക്കുകൾ സൂക്ഷിക്കുകയും ചെയ്യേണ്ട വകുപ്പാണ്. അപ്പൊ ആ വകുപ്പ് ഈ ഇവിടുത്തെ ഈ സംസ്ഥാനത്തെ ഈ എന്താ പറയാ വകമാറ്റി ചെലവഴിക്കലിനെതിരാണ്. നമുക്കറിയാം പലപ്പോഴും മിസ്റ്റർ ബാലഗോപാലിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം സമ്മതിച്ചില്ല, പക്ഷേ മുഖ്യമന്ത്രി തീരുമാനം എടുത്തു എന്നൊക്കെ പറഞ്ഞ് പത്രങ്ങളിൽ വരാറുണ്ട്. മുഖ്യമന്ത്രിക്ക് ബാലഗോപാൽ ഒരു ഘട്ടത്തിൽ മൈൽഡ് അറ്റാക്ക് വന്ന അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ഇതൊക്കെ കാരണം കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അറ്റാക്ക് വന്നത് തന്നെ. അതായത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് മാത്രമായിട്ട് ഒരു തീരുമാനവും അങ്ങനെ ധനമന്ത്രി നിഷേധിക്കുന്ന പക്ഷം അത് പിന്നെ ആർക്കാണ് എടുക്കാൻ? മന്ത്രിസഭയ്ക്ക് ഒന്നിച്ചു നിന്ന് എല്ലാവരും കൂടി അംഗീകരിച്ചാൽ സമ്മതിക്കാം. അപ്പൊ അതൊക്കെ വലിയ തന്ത്രപൂർവമായിട്ട്, അപ്പൊ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും ധനമന്ത്രി എടുക്കരുത്, വകമാറ്റൽ എളുപ്പമായിട്ട് നടക്കണം, മുഖ്യമന്ത്രി വിചാരിക്കുന്നത് പോലെ നടക്കണം എന്ന് വിചാരിച്ചാണ് ഈ ഭരണപരിഷ്കാര കമ്മീഷൻ തന്നെ ധനവകുപ്പിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങളുമായിട്ട് മുമ്പോട്ട് വന്നത്. എന്നിട്ട് വെട്ടിക്കുറച്ചിട്ടുണ്ടോ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാനൊക്കെ അന്ന് തന്നെ അതിനെതിരായിട്ട് ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു, വീഡിയോ വഴിയും ചർച്ചകൾ വഴിയും ഒക്കെ പ്രതികരിച്ചിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ അതായത് ധനമന്ത്രിയെ പോലും ഒറ്റപ്പെടുത്തിക്കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഫണ്ട് ചെലവഴിക്കണം എന്ന് ഓരോ വകുപ്പും തീരുമാനിക്കത്തക്ക എന്ന് വെച്ചാൽ എന്ത് തോന്നിയാസം കാണിച്ചാൽ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പൗരജനങ്ങൾ വളരെ ബോധമുള്ളവരാകണം. ഇത് നമ്മുടെ പണമാണ് ഖജനാവിൽ എത്തുന്നത്, നികുതി വഴിയും നികുതിയിതര വരുമാനം വഴിയും. ആ ഫണ്ട് അനാവശ്യമായിട്ട് എങ്ങോട്ടെങ്കിലും ചെലവഴിക്കാൻ, ആവശ്യമില്ലാത്ത PR വർക്കുകൾക്ക് ഉപയോഗിക്കാൻ, ആവശ്യമില്ലാതെ കേരള സഭ നടത്താൻ ഒക്കെ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ കമ്മീഷനുകളെ അപ്പോയിന്റ് ചെയ്യുക, ആവശ്യമില്ലാത്ത വെൽഫെയർ ബോർഡുകൾ, എത്ര വെൽഫെയർ ബോർഡുകളാണ് ഫണ്ട് അതായത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ചോദിച്ചു. പിന്നെ ഏകദേശം ഒരു 2010 ആ കാലഘട്ടത്തിലാണ് എന്തിനാണ് 41 വെൽഫെയർ ബോർഡുകൾ കേരളത്തിൽ? ഒറ്റ വെൽഫെയർ ബോർഡ് പോരെ എല്ലാവരുടെയും വെൽഫെയർ നോക്കാൻ? ഘടകകക്ഷികൾക്കൊക്കെ വീതിച്ചു കൊടുക്കണ്ടേ ടീച്ചറെ? ഓരോ പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ വിടുപണി ചെയ്ത് നടക്കുന്ന വ്യക്തികളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന നികുതിയിതര വരുമാനം എടുത്ത് വലിയ വില കൂടിയ കാറുകൾ അത് 10 വർഷമാകുമ്പോഴത്തേനും മാറ്റുന്നു, അല്ലെ 3 വർഷമാകുമ്പോഴത്തേനും മാറ്റുന്നു. കാറുകള്, വലിയ കെട്ടിടങ്ങള്, അതുപോലെ തന്നെ മറ്റ് വർക്കേഴ്സ്, ഇങ്ങനെ 41 വകുപ്പുകൾ അതിനുവേണ്ടി സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ
എന്തുമാത്രം വലിയ ദുർച്ചലവാണ് ഈ സംസ്ഥാനത്ത് ഇങ്ങനെ ആവശ്യം. അതുപോലെ തന്നെ നഷ്ടത്തിലോടുന്ന പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എന്തുകൊണ്ടാണ് നഷ്ടത്തിൽ? എനിക്കറിയാം, കെൽട്രോണിന്റെ കാര്യം തന്നെ എടുത്തോളൂ. കെൽട്രോണിൽ നല്ല മിടുക്കരായ എഞ്ചിനീയേഴ്സ്, എന്റെ ബന്ധുക്കൾ തന്നെയുണ്ട് അതിനകത്ത് എഞ്ചിനീയേഴ്സ് ആയിട്ട്. അവർക്കൊന്നും അല്ല ജോലി കൊടുക്കുന്നത്, ജോലിയൊക്കെ പുറം കരാർ കൊടുക്കുകയാണ്. അല്ല, ഒന്നാന്തര എഞ്ചിനീയേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതിന് പകരം അവരെ അപ്ഡേറ്റ് ചെയ്ത് അവരുടെ ആ മിടുക്ക് വർദ്ധിപ്പിച്ച് കൊണ്ടുവരുന്നതിന് പകരം ഇപ്പൊ CPI സംസ്ഥാന സമ്മേളനത്തിൽ ഒരു തീരുമാനം എടുത്തല്ലോ, PPP കൊണ്ടുവരുന്ന. അത് PPP കൊണ്ടുവരുന്നത് ഇനിയിപ്പോ വല്ല കേരളയിലോ അതോ അല്ലെങ്കിൽ വിഴിഞ്ഞം പദ്ധതിയോ പോലെ ഉള്ളിടത്തേക്കായിരിക്കും. വന്നു കഴിഞ്ഞതൊക്കെ ഇവർ പ്രൊട്ടക്ട് ചെയ്യും. കാരണം ഇവരുടെ പ്രിയപ്പെട്ടവരെ അവിടെയൊക്കെ കയറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പൊ അവരെ പിരിച്ചുവിടാൻ പറ്റുമോ? അപ്പൊ അത് കാരണം കൊണ്ട് അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും. ഈ 41 വെൽഫെയർ ബോർഡുകളും കാണും, ഇവിടെയുള്ള നിരവധിയായ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് കാണും. ഇതിനെ ഒന്നും ഇവർ പിരിച്ചുവിടില്ല. അല്ലെങ്കിൽ കാര്യക്ഷമതയിലേക്ക് കൊണ്ടുപോകട്ടെ, അത് ചെയ്യില്ല. അവരൊക്കെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അതിനകത്തിരിക്കുന്നത്. ഈ പുറകെ വശത്തോടെ തിരികെ കയറ്റാത്ത ഉദ്യോഗസ്ഥരൊക്കെ എഫിഷ്യന്റ് ആണ്, ക്വാളിഫൈഡ് ആണ്. പക്ഷെ അവർക്ക് ആർക്കും പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കില്ല. പകരം പുറം കരാർ കൊടുക്കും. എന്താണ് പ്രയോജനം? പുറം കരാർ കൊടുക്കുമ്പോഴേ പോക്കറ്റിൽ പണം എത്തൂ. അതുകൊണ്ടാണ് ഈ പുറം കരാറിന് പോകുന്നത്. ഇതൊക്കെ കണ്ടും കേട്ടും കണ്ണടച്ചും ചെവി അടച്ചും ഇരിക്കുന്ന മലയാളികളെയാണ് തെരണ്ടി വാല് കൊണ്ട് തല്ലേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പൗരബോധം, നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ചോദ്യം ചെയ്യാൻ പറ്റണം. അങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമേ നമുക്ക് നീതി ലഭിക്കുകയുള്ളൂ. അങ്ങനെ കിട്ടുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഫലമാണ് ഇപ്പോ കേരളം. അതായത് ഇനി ഒരു ഗവൺമെന്റ് വന്നാൽ പോലും ഈ ധനപ്രതിസന്ധിയിൽ നിന്ന് പെട്ടെന്നൊന്നും കരകയറുകയില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അതിന്റെ കൃത്യതയോടെ അറിയാവുന്നവർക്കറിയാം അത്ര വലിയ രൂക്ഷമായ ധനപ്രതിസന്ധിയിലാണ് കേരളം പെട്ടിരിക്കുന്നത്. തലയൂരുക വലിയ ബുദ്ധിമുട്ടാണെന്ന്. എന്നിട്ട് പോലും എല്ലാവരും ഇതൊന്നും സാരമില്ല എന്നുള്ള മട്ട് നടക്കുക. പക്ഷെ എന്റെയൊക്കെ ഉള്ളിൽ ആദ്യമുണ്ട്, എന്റെ പെൻഷൻ നിന്നു പോകുമോ എന്ന ആദ്യ, എന്റെ പെൻഷൻ കൂട്ടി കിട്ടുമോ എന്ന ആദ്യം എനിക്കില്ല. എനിക്ക് കൂട്ടി കിട്ടണമെന്ന് ഒരാഗ്രഹവുമില്ല. പക്ഷെ ഇപ്പോ കിട്ടുന്ന പെൻഷൻ എനിക്ക് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ആദ്യം എനിക്കുള്ളത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എനിക്കറിയാം ഇവിടുത്തെ നിജസ്ഥിതി, ഈ സംസ്ഥാന സർക്കാർ ഇവിടെ എത്തി നിൽക്കുന്നു എന്നറിയാം. അതുകൊണ്ട് അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നെ പോലെ നിരായുധരായ ഈ 2,57,00,000 ജനങ്ങൾ, അതാണ് ഈ കഴിഞ്ഞ റിപ്പോർട്ടില് കേന്ദ്ര ഗവൺമെന്റ് നീതി ആയോഗിന്റെ റിപ്പോർട്ടിലോ മറ്റേ പുറത്തു വന്നത്. കേരളത്തിലെ ജനസംഖ്യയെ പറ്റി 2,57,00,000. ഈ 2,57,00,000 ജനങ്ങളിൽ ഒരുപാട് പേര് ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള പെൻഷനും ഒക്കെ കിട്ടുന്നവരാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്ന 62 ലക്ഷം പേരുണ്ടെന്ന് ഗവൺമെന്റ് തന്നെ പറയുന്നു. പിന്നെ അതുപോലെ എന്നെ പോലെ 30-35 വർഷം ജോലി ചെയ്തിട്ട് സർവീസ് പെൻഷൻ മേടിക്കുന്നവര്, ഇവരൊക്കെ ജീവിക്കുന്നത് ഈ പെൻഷൻ കൊണ്ടാണ്. അപ്പൊ ആ പെൻഷൻ നിന്നു പോയാൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയാം. അതുപോലെയാണ് ശമ്പളത്തിന്റെ കാര്യം. അപ്പൊ ഇതൊക്കെ നിന്നു പോകാതിരിക്കണമെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ വളരെ ശക്തിയോടുകൂടി പൗരബോധത്തോടുകൂടി പെരുമാറണം. ഗവൺമെന്റിനെ നിർത്തേണ്ടടുത്ത് നിർത്താൻ ജനത്തിന് കഴിയണം. അത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഭരണം മര്യാദയ്ക്ക് പോവുകയുള്ളൂ. നല്ല ഭരണം എങ്ങനെയും പോകും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്. പക്ഷെ ജനപക്ഷത്ത് നിന്ന് ഭരിക്കണമെങ്കിൽ ജനം ഇടപെടണം, ജനങ്ങൾക്ക് അഭിപ്രായമുണ്ടെന്ന് പറയണം, യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയെങ്കിലും വേണം. യെസ്, MK ഹരിദാസ്, നമുക്ക് ഈ നരകവാരിധിയിൽ നിന്നും നമ്മുടെ സഹോദരിമാരെ എങ്ങനെ രക്ഷിച്ചെടുക്കാൻ പറ്റും? ആശാവർക്കർമാരെ എന്താണ് പോംവഴി? ഇപ്പോൾ വളരെ ശക്തമായ ഭാഷയിലാണ് കഴിഞ്ഞ ദിവസം സമരത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ സഹോദരിമാർ പ്രതികരിച്ചത്. ഇപ്പോൾ ഒരു വഴിയും ഇല്ലാതാകുമ്പോൾ ഏത് തലത്തിലേക്കായിരിക്കും ഈ സമരം പോകുക എന്നൊക്കെ നമുക്കറിയാമല്ലോ കൃത്യമായിട്ട്. പക്ഷേ എങ്ങനെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കും? താങ്കളുടെ മനസ്സിൽ വല്ല ഐഡിയ ഉണ്ടോ? നോക്കൂ, ഇവിടുത്തെ സമൂഹം, കേരളത്തിന്റെ സമൂഹങ്ങൾ, ഏത് സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള എല്ലാവരും ഇവർക്ക് അനുകൂലമായിട്ട് നിന്നുകൊണ്ട് ഈ സമരപന്തലിലേക്ക് എത്തിക്കൊണ്ട് തിരുവനന്തപുരം അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിക്കണം. അതായത് ഞാൻ ഈ സ്തംഭിപ്പിക്കുന്നതിനൊക്കെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുള്ള ആളാണ്. പക്ഷെ ഇവരുടെ ഈ സമരം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കടുംകൈകൾ പോലും ചെയ്യേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ UDF എന്ന് പറയുന്ന സംവിധാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രതിപക്ഷം പ്രഹസന
സംവിധാനത്തിന് വേണ്ടിയിട്ട് 1, 2, 3, 4 സമരങ്ങൾ നടത്തി എന്നുള്ളതല്ലാതെ അവര് ഇതിന് കൃത്യമായ ഇതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തു നിന്ന് വലിയ നിലയ്ക്കുള്ള ഇടപെടലൊന്നും നടത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന് തുല്യമായിട്ടുള്ള UDF-ന്റെ നേതാക്കളും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തന്നെ അനിൽ നമ്പ്യാർ ഇത് എവിടേക്കെങ്കിലും കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ 3 പേരും ഈ ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് ഇത്തരം ഒരു വിഷയം സംസാരിച്ചിട്ട് ഇതിന് യാതൊരുവിധ പരിഹാരവും ആവില്ല. കാരണം ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് പിണറായി വിജയന് മാറിക്കഴിഞ്ഞു. അതായത് യാതൊരു കാരണവശാലും ഈ പ്രശ്നം തീർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഇത്രയും കൊല്ലത്തെ രാഷ്ട്രീയ കാരിയറിലെ തനിക്ക് വരാവുന്ന ഏറ്റവും വലിയൊരു അപമാനമാണ് ഈ പാവപ്പെട്ട 233 രൂപ ശമ്പളക്കാരുടെ പ്രശ്നം തീർത്താൽ ഉണ്ടാവുക എന്നുള്ളൊരു നമ്മൾ പറയില്ലേ, ആ ഒരു ബോധം അദ്ദേഹത്തിലേക്ക് എത്തിയതിന്റെ പേരില് അദ്ദേഹം ഒരു കാരണവശാലും ഇത് നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതിന്റെ ഇടയിൽ കയറിയിട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ ടീച്ചർ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ബോർഡുകളുടെ കാര്യം. ഇവിടെ ബോർഡുകൾ മാത്രമല്ല ടീച്ചറെ, കേൾക്കണം. ഇവിടെ ബാംബു കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോർപ്പറേഷൻ ഉണ്ട്. ആ കോർപ്പറേഷൻ കഴിഞ്ഞ 8 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാർ ശമ്പളം കൊടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടാണ്. ഇനി അതല്ല, എനിക്ക് ചിരി വന്നതല്ലേ, ഈറ്റ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഉണ്ട്. അപ്പൊ ഈറ്റ കോർപ്പറേഷന്റെ മൊത്തത്തിലുള്ള അവരുടെ വാർഷിക വരുമാനവും അവിടുത്തെ ചെലവും കൂടി നോക്കിക്കഴിഞ്ഞാൽ 100% അവിടുത്തെ ചെലവ് കൂടുതലാണ്. അപ്പൊ ഈ ബാംബു കോർപ്പറേഷനും ഈറ്റ കോർപ്പറേഷനും കൂട്ട് ഒന്നാക്കി കൂടെ എന്ന് എനിക്ക് വളരെ സ്വാധീനമുള്ള ബാംബു കോർപ്പറേഷന്റെ ഒരു ചെയർമാനോട്, ഇപ്പോഴത്തെ അല്ല, ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് 2 ഘടകകക്ഷികൾക്ക് കൊടുക്കാനുള്ള സ്ഥാനമാനങ്ങളാണത്, ഒരു കാരണവശാലും അതിൽ ഒന്നാക്കി കഴിഞ്ഞാൽ നടക്കില്ല എന്ന്. നമ്മുടെ 49 പബ്ലിക് സെക്ടറിലെ നമ്മുടെ 49 പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇൻഡസ്ട്രിയൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ 28 നഷ്ടത്തിലാണ് ഓടുന്നത്. അതിലത്തെ ഒരു ഇതാണ് ഇലക്ട്രോണിക് വിഭാഗം എന്ന് പറഞ്ഞിട്ട് ഓടുന്നതാണ് ഏറ്റവും കൂടുതൽ നഷ്ടത്തിൽ ഓടുന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് ഒരു ഇലക്ട്രിക്കൽ വിഭാഗമുണ്ട്. ഇലക്ട്രോണിക് വിഭാഗവും ഇലക്ട്രിക്കൽ വിഭാഗവും ഒന്നാക്കിക്കൊണ്ട് ഇതിന്റെ നഷ്ടം കുറയ്ക്കാമെന്ന് ഒരു കേവല വിദ്യാഭ്യാസമുള്ള എനിക്ക് തന്നെ അതിന്റെ കണക്കുകൾ നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി. പക്ഷെ അത് ചെയ്യില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ഇത്തരത്തിലുള്ള ഈ ഇലക്ട്രിക്കൽ സെക്ഷനും മറ്റേ ഇലക്ട്രോണിക് സെക്ഷനും 2 ചെയർമാൻമാരെ സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് അത് ഇല്ലാതാക്കില്ല. ഇത്തരത്തിൽ നമ്മുടെ പണം ദുർവ്യയം ചെയ്യുന്ന ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കേരളം നടത്തുമ്പോൾ ഈ പാവപ്പെട്ട ഈ നമ്മുടെ ആശാ വർക്കർമാരുടെ സമരം 18 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമയത്താണ് ഏകദേശം ഒരു മാമാങ്കം പോലെ നമ്മുടെ കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിൽ ഇവർ ഈ ഇൻവെസ്റ്റ്മെന്റ് കേരള എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തിയത്. എന്താണ് അതുകൊണ്ട് ഇവർ ഉദ്ദേശിച്ചത്? ഇവിടെ വന്ന് പണം മുടക്കുന്നവർക്ക്, ഈ തിരുവനന്തപുരത്ത് ഈ സമരം ചെയ്യുന്ന ഈ പാവപ്പെട്ടവരുടെ പ്രശ്നം പരിഹരിക്കാൻ വയ്യാത്ത ഒരു സർക്കാരാണോ നാളെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് പണം മുടക്കി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്. എന്നോട് 1-2 ആൾക്കാര് ഇത്ര വലിയ നിലയ്ക്ക് പണം മുടക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷെ ആ 3 ദിവസത്തെ പരിപാടിയിലും പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്നോട് ചോദിച്ചതാണ്, ഒരു ആശാ വർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത ഇവരാണോ നാളെ ഞങ്ങളെ പോലുള്ളവർ ഇവിടെ കൊണ്ടുവന്നിട്ട് പണം മുടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിലിടപെട്ട് തീർത്തു തരാൻ സാധിക്കുക എന്ന് ചോദിക്കേണ്ട അവസരത്തിലേക്ക് ഇത്തരത്തിലൊരു നിസ്സാര പ്രശ്നത്തിനെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ട് അത് അങ്ങേയറ്റം നാറിയ ഒരു വിഷയമാക്കി മാറ്റിയെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ്. ധനവിനിയോഗത്തിലെ ധൂർത്തും കെടുകാര്യസ്ഥതയും ഈ സർക്കാരിനെ അങ്ങേയറ്റം പടുകുഴിയിലേക്ക് ചാടിച്ചത് ഒരു സാമ്പത്തിക വിദഗ്ധ ഇവിടെ പറഞ്ഞതിനപ്പുറം തന്നെ നമുക്ക് എല്ലാവർക്കും അതിന്റെ കാര്യങ്ങൾ അറിയാം. 388 കോടി രൂപയാണ് ഇവർ പരസ്യത്തിന് വേണ്ടിയിട്ട് ഈ 2ാം പിണറായി വിജയൻ സർക്കാർ നാളിതുവരേക്ക് ചെലവഴിച്ചിരിക്കുന്നത്. 4 കൊല്ലം ആവാൻ ഇനിയും 2 മാസം നിൽക്കുമ്പോൾ 388 കോടി രൂപ. അതിന്റെ ഗുണഭോക്താവ് ഒരു പക്ഷെ ജനം TV ഉണ്ടെങ്കിൽ കൂടി ഇതൊന്ന് ജനങ്ങൾ അറിയണം. 388 കോടിക്ക് എന്താണ് സ്കൂളുകൾ പെയിന്റ് അടിച്ചതും റോഡിന് ബോൾഡർ വിരിച്ചതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് വഴി ടാർ ചെയ്തതും ഒരു അംഗനവാടിക്ക് കെട്ടിടം ഉണ്ടാക്കിയതും പരസ്യം ചെയ്ത് ജനങ്ങളിലേക്ക് ജനങ്ങളുടെ നികുതി പണം ഞങ്ങൾ ഇങ്ങനെ ചെലവഴിച്ചു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് 388 കോടി രൂപ ചെലവഴിച്ച് ഇവർക്ക് ഈ ആശാ വർക്കർമാരുടെ പ്രശ്നം കേവലം തീർക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറിന്റെ ചർച്ച പോലും വേണ്ട ശ്രീ അനിൽ നമ്പ്യാർ. പക്ഷെ അവരത് ചെയ്യില്ല. അപ്പൊ എന്നോട് താങ്കൾ എനിക്ക് ചോദിച്ചതിൽ സന്തോഷമുണ്ട്. MK ഹരിദാസിനെ പോലുള്ള ഒരാളുടെ എന്റെ മനസ്സിൽ ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒന്നാകെ തിരുവനന്തപുരം സ്തംഭിക്കും വിധത്തില് ഈ പാവപ്പെട്ട സഹോദരിമാരുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിനെ ഇവരുടെ മുൻപിൽ മുട്ടുകുത്താതിരിക്കാൻ തരമില്ല. പക്ഷെ അതിനുള്ള സാധ്യതയൊക്കെ വളരെയധികം കുറവാണ്. കാരണം എല്ലാവരും അവരവരുടേതായ കാര്യങ്ങൾക്ക് ഓടുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ വിലക്കയറ്റം കൊണ്ട് സാധാരണക്കാർക്ക്
ജീവിതം അങ്ങേയറ്റം വഴിമുട്ടിയ ഒരു സാഹചര്യത്തില് ഞങ്ങൾ ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് അവിടെ പോകണം, ഞങ്ങളുടെ കുടുംബം നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വന്തം കുടുംബം തന്നെയല്ലേ എല്ലാവർക്കും വലുത്. അപ്പൊ പ്രതിപക്ഷം, ഇവിടുത്തെ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഉണർന്നു പ്രവർത്തിച്ചുകൊണ്ട് ഈ പ്രശ്നമേ ഒരു മണിക്കൂർ പോലും നീട്ടാതിരിക്കത്തക്ക തോതിൽ മുഖ്യമന്ത്രിക്കും ഈ ആശാ വർക്കർമാരുടെ സമരം നയിക്കുന്നവർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനായി നിന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം. കാരണം ഇതൊരു അങ്ങേയറ്റം നാറിയ പ്രശ്നമാണ്. സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും മിനിമം വരുമാനക്കാരായ ഇവരുടെ നേരെയല്ല ഇത്തരത്തിലുള്ള പരാക്രമം സർക്കാർ കാണിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശാലിനി, ഞാൻ കൂടുതലായിട്ടൊന്നും ചോദിക്കുന്നില്ല. ഓണറേറിയം വർദ്ധിപ്പിക്കണം, വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകണം, കുടിശ്ശിക തീർക്കണം. ആരെ കൊണ്ട് സാധിക്കും ഇത്? സർ, ഇത് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമാണ് സർ. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ധ്ര സർക്കാരും നമ്മുടെ തെലങ്കാന സർക്കാർ, നമ്മുടെ ആന്ധ്ര സർക്കാർ, അതുപോലെ തന്നെ കർണാടക സർക്കാർ, ഈ രണ്ട് ഗവൺമെന്റുകളും ആശാ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അവരുടെ പെൻഷൻ അനുവദിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ സർക്കാരും പിരിഞ്ഞു പോകുന്ന ആശയ്ക്ക് 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണിത്. അതിനെ മറ്റാരെയും ഇതിന് വലിച്ചിഴക്കേണ്ട കാര്യമില്ല. NHM ഫണ്ട് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നു എങ്കിലും അത് കേരള സർക്കാരിന് വേണ്ടിയിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കേരള സർക്കാരിന് നിഷ്പക്ഷമായും ഇതിന് തീരുമാനമെടുക്കാം. ഇപ്പൊ അവർ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞു ഒഴിയുന്നുവെങ്കിലും നമ്മുടെ ഒരു കൂടിക്കാഴ്ചയ്ക്കെങ്കിലും വിളിക്കേണ്ട സാമാന്യ മര്യാദ ഒരു ഇടതുപക്ഷ സർക്കാർ കാണിക്കേണ്ടതാണ്. ഞങ്ങള് ഇവിടെ വന്ന് സമരം ചെയ്യുന്നവര് അടിപിടി നടത്തുന്നവരോ അക്രമം നടത്തുന്നവരൊന്നും അല്ല. ഈ സമൂഹത്തിന് വേണ്ടി നല്ല വഴികൾ കാട്ടിക്കൊടുക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ്. ഞങ്ങള് നല്ല മാർഗദർശികളാണ് ഈ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള. അപ്പൊ ഞങ്ങളെ ഇങ്ങനെ പാതയോരത്ത് ഇരുത്തിന്ന് 32 ദിവസമായി ഇവരിത് ചെയ്യുന്നത് പൊതുസമൂഹം നോക്കിക്കാണുന്നുണ്ട്. അതെങ്കിലും ഇവരൊന്ന് മനസ്സിലാക്കണ്ടേ. ഇവർ പറയുന്നുണ്ട് പല പാർട്ടി സമ്മേളനം നടത്തി കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ അധികാരത്തിലെത്തുമെന്ന്. അവരുടെ ആ ഉറപ്പ് അവർക്ക് ഇരുന്നോട്ടെ. പക്ഷെ ആരാണ് അടുത്ത് വരുന്നതെന്ന്, ആർക്കാണ് ഭരണം ഏൽപ്പിക്കുന്നതൊക്കെ നമ്മുടെ പൊതുജനമാണ് തീരുമാനിക്കുന്നത്. ഓരോ സർക്കാരിന്റെയും കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാണ് ഓരോ ഇലക്ഷനിലും വിലയിരുത്തലുകൾ ഉണ്ടാകുന്നതും വിധിയെഴുത്തുണ്ടാകുന്നതും. എന്തായാലും സമൂഹത്തിന്റെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന അടിസ്ഥാന ജോലിക്കാരാണ് ഞങ്ങൾ ആശാ വർക്കേഴ്സ്. ഞങ്ങളുടെ നാടുകളിലുള്ള ഓരോ കുടുംബത്തിന്റെയും പൾസ് അറിയാവുന്നവരാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളെ ഓരോ ദിവസവും ഇവിടെ ഇരുത്തി ബുദ്ധിമുട്ടിക്കും തോറും ഗവൺമെന്റിന് തന്നെയാണ് അത് വലിയ അപജയം ഉണ്ടാക്കുന്നത്. ഏത് വിധത്തിലാണെന്ന് അവർ തന്നെ ചിന്തിക്കട്ടെ. ഞങ്ങൾക്കിപ്പോ അത് പറഞ്ഞ് ആരെ ഭീഷണിപ്പെടുത്തുന്നുള്ള സ്വരമൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. പക്ഷെ കാലം അത് തെളിയിക്കും, തീർച്ചയായും തെളിയിക്കും. പരാക്രമം കാണിക്കേണ്ടത് സ്ത്രീകളോടല്ല സർ. ഒരു വെയിലത്തും പെരുമഴയത്തും ഞങ്ങൾ എല്ലാം സഹിച്ചവരാണ്. കാരണം ഞങ്ങൾക്ക് പരാതിയില്ല, പരിഭവമില്ല. കാരണം മരണത്തെ പോലും ഞങ്ങൾ ഭയപ്പെടാതെയാണ് കോവിഡ് സമയത്തായാലും നിപ്പയുടെ സമയത്തായാലും ആശാ വർക്കേഴ്സ് പണിയെടുത്തിട്ടുള്ളത്. ആ കോവിഡ് കാലത്ത് ഈ റോഡിൽ ഇറങ്ങി നടക്കാൻ ആകെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന 2 വ്യക്തികളെന്ന് പറയുന്നത് നമ്മുടെ പോലീസും ഒന്ന് ആശാ വർക്കറും ആയിരുന്നു. കാരണം ഏത് വാതിലിൽ ചെന്ന് തട്ടുവാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. രോഗികളായിരിക്കുന്നവരെ അവരെ ബന്ധുക്കൾ പോലും ഒഴിവാക്കിയ സമയത്ത് ഞങ്ങളാണ് അവർക്ക് ആശ്രയവും അഭയവുമായിരുന്നത്. ഞങ്ങളുടെ വീടുകളിലും വീട്ടുകാരെ ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത്, ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി. പക്ഷെ ജനങ്ങൾക്ക് ആ നന്ദി ഞങ്ങളോടുണ്ട്. പക്ഷെ ഭരിക്കുന്ന സർക്കാർ അത് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. ഇവരാരോടാണ് സാർ വാശി കാണിക്കുന്നത്? വെറും 232 രൂപയ്ക്ക് ദിവസക്കൂലിക്ക് വേതനം വാങ്ങുന്ന ആശമാരോടാണോ? അതും 4-5 മാസം കൂടുമ്പോൾ അവരുടെ മുമ്പിൽ വന്ന് സമരം വിളിക്കുമ്പോൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങള് 10,000 കണക്കിന് ശമ്പളം പറ്റുന്നവരൊന്നും അല്ല സാർ. ഞങ്ങൾക്ക് 5 ശമ്പളമൊന്നും ഇല്ല. കേവലം ഈ 232 രൂപ കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ജീവിച്ചു പോകാൻ പറ്റുന്നില്ല. ഒരു പലപ്പോഴും പല ചർച്ചകളിലും പറയുന്നത് 13,200 ആണ് സാർ. അത് ഒരാഴ്ചയുടെ അക്കൗണ്ടിൽ ഒരു മാസം വരുന്ന തുക അല്ല സാർ. അത് കേന്ദ്ര ഇൻസെന്റീവും സംസ്ഥാന ഓണറേറിയും ആയിട്ടാണ് ആ തുക വരുന്നത്. ഒരു ഓണറേറിയം ഇവര് 7,000 രൂപ തന്നെ 10 ക്രൈറ്റീരിയകളുടെ അടിസ്ഥാനത്തിൽ ഇവർ വെട്ടിക്കുറയ്ക്കുമ്പോൾ ചിലപ്പോൾ 3,000-4,000 ഒരു ആഴ്ചയ്ക്ക് കിട്ടാറുള്ളൂ. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്ന വിവിധ തന്നെ ഇൻസെന്റീവുകളുണ്ട്. അതും ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ്. ആ ജോലികളൊന്നും എല്ലാ മാസവും ഒരാഴ്ചയ്ക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോഴും അവരുടെ ഇൻസെന്റീവിൽ കുറവുണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് 21,000 രൂപ എന്ന മിനിമം വേജസ് ഞങ്ങൾക്ക് നൽകണം, ഞങ്ങൾ പണി ചെയ്തു കൊള്ളാമെന്ന്. പണി ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇറങ്ങിയത്. അവർ പറയും മുമ്പുള്ള സർക്കാരുകൾ 1000 രൂപയാണ് കൊടുത്തത്. സാർ അന്ന് ഞങ്ങൾക്ക് 1-2 മണിക്കൂർ ഞങ്ങളുടെ ഇഷ്ടാനുസരണം പ്രവർത്തിച്ചാൽ മതി. ഇപ്പോഴങ്ങനെയല്ല, അടിച്ചേൽപ്പിക്കുന്ന ജോലികളാണ്. ഒരു ജോലി ചെയ്ത് തീരുന്നതിന് മുമ്പ് അടുത്തിങ്ങനെ ജോലി തന്നുകൊണ്ടേയിരിക്കും. എന്താ അടിമപ്പണി പോലെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സമരത്തിന് മുദ്രാവാക്യം എഴുതി വെച്ചിരിക്കുന്നത് ആശാ വർക്കർ അടിമയല്ലാന്ന്.
അത്ര ബുദ്ധിമുട്ടുണ്ട് സർ. അതേസമയം പുരുഷന്മാരാണ് ഈ ജോലി ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇവർക്ക് ഇതുപോലെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമായിരുന്നു? ഒരിക്കലും സാധിക്കില്ല. സ്ത്രീകൾ ഇടപെടുന്ന ഒരു മേഖലയാണിത്. സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമാണ്. കാരണം കുട്ടികളുടെ ആയാലും ഗർഭിണികളുടെ ആയാലും വയോധികരുടെ ആയാലും പാലിയേറ്റീവിന്റെ ആയാലും സമൂഹത്തിന്റെ സമസ്ത മേഖലയിലുള്ള ജനങ്ങളുമായിട്ട് ഇടപെടുന്നവരാണ് ഞങ്ങള്. ഇവർക്ക് എന്തെങ്കിലും ഒരു അടിസ്ഥാന വിവരം വേണമെന്നുണ്ടെങ്കിൽ അത് ആശാ വർക്കർ കൊടുത്താലേ പറ്റത്തുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ നിന്നായാലും എംബസിയിൽ നിന്നായാലും പോസ്റ്റ് ഓഫീസിൽ നിന്നായാലും ഏതൊരു വകുപ്പിൽ നിന്നായാലും അടിസ്ഥാന വിവരങ്ങൾ തേടി വരുന്നത് ആശയോടാണ് ചോദിക്കുന്നത്. ആ ആളെ അറിയാമോ? അറിയാം സർ. ഞങ്ങളുടെ ഏരിയയിലുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അവർ എവിടെയാണ് താമസിക്കുന്നത്, അവരാരാണ്, എന്താണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അത് മാത്രമല്ല സാർ, ഇവിടെ ഒരുപാട് മൈഗ്രേറ്റ്സിനെ ഇറക്കിയിട്ടുണ്ട്. ബംഗാളികൾ എന്ന പേരിലാണ് പൊതുവെ അന്യ സംസ്ഥാന തൊഴിലാളികൾ അറിയപ്പെടുന്നതെങ്കിലും പല നാടുകളിൽ നിന്ന്, പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവര്, അവരെയൊക്കെയും അവരുടെ കോളനികൾ അവർ തിങ്ങിക്കൂടുന്ന പണിക്ക് കൊണ്ടുവരുന്നവരാണ്. അവരുടെയൊക്കെ ഏരിയകളിൽ പോയി അവരുടെ എണ്ണം എടുത്ത് അവർക്ക് ഫൈലേറിയ ടെസ്റ്റ്, അവർക്ക് അതുപോലെ പല പല ടെസ്റ്റുകൾ, മലേറിയ, മന്ത്, അങ്ങ് നമ്മളിങ്ങനെ ഓരോ ടെസ്റ്റുകൾ നടത്തി കണ്ടുപിടിച്ച് അവരുടെ വിവരങ്ങൾ ഇവർക്ക് കൊടുക്കും. ഞങ്ങൾക്ക് അപ്പം നിന്ന് പൈസ ഇല്ല സാർ. അതൊക്കെ വെക്ടർ കൺട്രോളിന്റെ ആൾക്കാർക്കാണ് കാശുള്ളത്. ഈ കഴിഞ്ഞ കാലത്ത് ഒരു 6 മാസം മുമ്പ് 3 ദിവസമാണ് രാവും പകലും ഇതിനു വേണ്ടി ഞാൻ എന്റെ സമയം ചെലവഴിച്ചത്. എനിക്ക് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് അതിന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഇല്ല, ഇൻസെന്റീവ് ഇല്ല. അത് ഞങ്ങൾ പ്രത്യേകം കണ്ടുപിടിച്ചുകൊണ്ട് കൊടുത്താലേ ഉള്ളൂ. അത് എത്രയാണെന്ന് അറിയാമോ സാർ? 10-15 രൂപയാണ് കിട്ടുന്നത്. അതൊക്കെയാണ് കുറഞ്ഞ ഇൻസെന്റീവുകളാണ്. അപ്പൊ ഇതൊക്കെ വളരെ ഇങ്ങനെ അധ്വാനിപ്പിക്കുക. അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് എഴുതി തീരുന്നതിന് മുമ്പ് അടുത്തത് കൊടുക്കാൻ പറയും. ഇപ്പൊ TBയുടെ സർവേ അത് 100 ദിന കർമ്മ പരിപാടിയാണ്. അത് തീർന്നു വരുമ്പോഴും വേണം അതിനടുത്ത് ലെപ്രസിയുടെ സർവേ വന്നത്. എന്നിട്ട് ചൈലി ആപ്പ് 2ാം ഘട്ടം വന്നു. ആ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഞാനിപ്പോ UPHSCയിലെ ആശയമായതുകൊണ്ട് ഞങ്ങൾക്ക് 2ാം ഘട്ടം ആണ് ചെയ്തു തുടങ്ങിയത്. 1ാം ഘട്ടം പഞ്ചായത്ത് ഏരിയകളിലായിരുന്നു. അന്നേരം തന്നെ അവർ 64 ഇനം ചോദ്യങ്ങളാണ്. ക്യാൻസർ, അതുപോലെ മദ്യപിക്കുന്നവര്, പുകവലിക്കുന്നവര്, പലതരം രോഗങ്ങളുള്ളവര്, ഇങ്ങനെ എന്തെല്ലാം അസുഖങ്ങളുണ്ടോ അതെല്ലാം ഓരോ ഫോൺ തിരിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ ശേഖരിച്ച് എഴുതി റിപ്പോർട്ടാക്കി മാറ്റി വെക്കണം. എന്തൊരു കഷ്ടപ്പാടാണെന്ന് അറിയാമോ? എന്നാൽ അതിനുള്ള പ്രതിഫലമുണ്ടോ? ഇല്ല. വളരെ എന്തായാലും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായി. നിങ്ങൾ കടന്നു പോകുന്ന ദുരിത പർവ്വങ്ങൾ അത് പ്രേക്ഷകർക്കും ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ പൊതുസമൂഹം നിങ്ങൾക്ക് നിങ്ങളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അവകാശങ്ങളെ അത് സർക്കാർ തന്നെ സംരക്ഷിക്കണം എന്ന മുറവിളി കൂട്ടുന്നവരിൽ പൊതുസമൂഹത്തിലെ വലിയൊരു വിഭാഗം ഉണ്ട്. അതുകൊണ്ട് യെസ് എനിക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ശാലിനി, നമുക്ക് ഇനിയും സംസാരിക്കാം. എന്തായാലും ഈ സമരത്തിന് അടിയന്തരമായിട്ടൊരു പരിഹാരം ഉണ്ടാവണം. അതിന് സംസ്ഥാന സർക്കാർ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്. കള്ളം പറയുന്നവർ ആരായാലും ഒരു കാര്യം മനസ്സിലാക്കുക, കടുത്ത ബുദ്ധിമുട്ടിലാണ്, ദുരിതത്തിലാണ് ആശാ വർക്കർമാർ ഉള്ളത്. അവർ സ്ത്രീകളാണ്. കഴിഞ്ഞ 32 ദിവസങ്ങളായി ഭരണസിരാകേന്ദ്രത്തിന് മുന്നിൽ സമരം നടത്തുന്നവർ സ്ത്രീകളാണ്. ആ പരിഗണന വെച്ചെങ്കിലും അവരുമായി ഒരു ചർച്ചയ്ക്ക് അടിയന്തരമായും സർക്കാർ തയ്യാറാവണം. ഏറ്റവും ചുരുങ്ങിയ പക്ഷം വനിതയായ ആരോഗ്യമന്ത്രിയെങ്കിലും അവരെ നേരിട്ട് ചെന്ന് കാണണം. അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കണം. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.